അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. കേൾക്കുന്നില്ലേ? വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് അല്ലാഹ് ഇങ്ങനെ ഒരു മജ്ലിസിൽ അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാനുള്ള ഒരു അവസരം തന്നത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരിൽ നിന്നും ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. നമ്മളെ ഈ ഇരുത്തത്തെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ രോഗവും മരുന്നും എന്നുള്ള ആ ഒരു പോർഷനാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിന് മുതൽ ബുധനാഴ്ച ഖുർആൻ ക്ലാസ് തന്നെ എടുക്കാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് മറ്റേത് നമുക്ക് ഗൂഗിൾ മീറ്റിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്ന് സൂറത്തുൽ ഫാത്തിറിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് എടുക്കാനുള്ള, എനിക്കത് തീർക്കാം. വലിയ ആയത്താണെങ്കിലും സാരമില്ല, അത് അത്രയേ ഉള്ളൂ. കുറേ വിശദീകരിക്കാനൊന്നും ഇല്ല, അത് നമുക്ക് പറഞ്ഞ് തീർക്കാം. പിന്നെ അടുത്ത ആഴ്ച മുതൽ സൂറത്ത് സുമർ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെയാണോ എവിടെയാ പഠിപ്പിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഖുർആൻ ക്ലാസ്സിന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെ എടുത്തിനല്ലേ? ഇല്ല, ഞാൻ അന്നേരം മറ്റേ അവിടെ ചെറുതിൻ്റെ അവിടെ എടുക്കലുണ്ടല്ലോ, കുറേ കൊല്ലം അതിൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പൊടി തട്ടി എടുക്കുകയും ചെയ്യാം. കുറേ നമുക്കതിൽ പഠിക്കാനുണ്ട്, പാഠങ്ങളുണ്ട്. ഒരു മിനിറ്റ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യുംസികുസ് സമാവാതി വൽ അർദ അൻ തസൂലാ വലഇൻ സാലതാ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. അതുവരെ നമ്മൾ പറഞ്ഞത് അല്ലേ? ഇനി ഇന്ന് എടുക്കാനുള്ള ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅഖ്സമൂ ബില്ലാഹി ജഹ്ദ അയ്മാനിഹിം ലഇൻ ജാഅഹും നദീറുൻ ലയകൂനുന്ന അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം ഫലമ്മാ ജാഅഹും നദീറുൻ മാ സാദഹും ഇല്ലാ നുഫൂറാ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച്, തൗഹീദിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് അള്ളാഹു ആണ് ആകാശങ്ങളെയും ഭൂമിയും അല്ലേ അത് സ്ഥാനം വിട്ട് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് അവനെ പിടിച്ചു നിർത്തുന്നത്. ഇന്നല്ലാഹ യുംസികുസ് സമാവാതി വൽ അർദ അൻ തസൂലാ വലഇൻ സാലതാ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി. ഇനി അതെങ്ങാനും നീങ്ങിപ്പോയാൽ അതിനെ പിടിച്ചു നിർത്താൻ വേറൊരാൾക്കും സാധിക്കുകയില്ല അല്ലേ? വേറൊരാളും ഇല്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. ഏറെ സഹനശീലനും വളരെ പൊറുക്കുന്നവനുമാണ് അല്ലേ? ഈ ആകാശവും ഭൂമിയെല്ലാം കൺട്രോൾ ചെയ്തിട്ട് നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? നല്ല സഹനം വേണം അല്ലേ? വേണ്ടേ? നമുക്കൊരു വീട് തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അല്ലേ? കഴിയുന്നുണ്ടോ? അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഹലീം അല്ലെ, ഹിൽമ് എന്നുള്ള വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഗുണം, ആ ഒരു ആ സിഫത്ത് അതാണല്ലേ നമുക്കും ഉണ്ടാവണം. അത് ശരിക്കും ആ ഹെൽമ്, നമ്മൾ ഓരോരുത്തരും ഹലീമമാരാകണം എന്നാണ് പറയുന്നത് അല്ലേ? ക്ഷമയുടെ അങ്ങേയറ്റം ആ ഒരു യുക്തിഭദ്രമായി ഓരോ കാര്യങ്ങളെ നേരിടാൻ കഴിയുക അല്ലേ? പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് എന്താക്കാൻ കഴിയണം? അതിനെ പിടിച്ചു നിർത്തി അല്ലേ, അതിനോട് ആ ഒരു സമാധാനപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയണം നമുക്ക്. ഈ ഹലീം എന്ന് പറയുന്ന സാധനം ഇല്ലേ, ഹലീം അല്ലേ? തിന്നിട്ടില്ലേ? എന്താ അത് സംഭവം? ആ എരിവുള്ള അൽസ അല്ലേ? പക്ഷെ അതിൻ്റെ ശരിക്കും അങ്ങനെ പേര് വരാൻ കാരണം എന്താ പോലും, അത് അത്രയും നല്ലോണം വെന്ത് പാകത്തിൽ വന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ വേഗം വേവാൻ വേണ്ടിയിട്ട് കുക്കറിലെല്ലാം ഇട്ടിട്ട് മിക്സിയിലെല്ലാം അടിച്ചെടുത്ത് കഴിഞ്ഞാലേ അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടൂല. അത് അടുപ്പത്ത് ചെറിയ കനലിൽ വെന്ത് 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 ഇങ്ങനെ എന്നിട്ട് ആ ഒരു സാധനം ഇല്ല അതിനെ കൊണ്ട് ഇങ്ങനെ അടിച്ച് മന്ത് ആ ഒരു രീതിയിൽ വരുന്നതിനാണ് എന്തുണ്ടാകാൻ
അതിൻ്റെ ശരിയായ ടേസ്റ്റ് വരാവൂല. അതുകൊണ്ടാണ് അതിന് അത്രയും ആ ഒരു പേര് വന്നത് എന്നാണ് പറയപ്പെടുന്ന. അള്ളാഹു അല്ല, എനിക്കറിയില്ല. അത് ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടതാണ്. അപ്പൊ അതേപോലെ നമ്മളെല്ലാ കാര്യത്തിനും നമ്മൾ ആ രീതിയിൽ പാകപ്പെടുത്തി എടുക്കണം. ക്ഷമയോടെ, നല്ല ശ്രദ്ധയോടെ, അല്ലെ, കരിഞ്ഞു പോകാതെ, എന്താ പറയാ, അല്ലെ, പുറത്തേക്കൊന്നും നഷ്ടപ്പെടുത്തി പോകാതെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മളെ ജീവിതത്തിൽ ഭക്ഷണത്തിന്റെ കാര്യമല്ല പറയുന്നത്, നമ്മളെ ജീവിതത്തിന്റെ കാര്യം, അല്ലെ, അത് അത്രയും നല്ല ഒരു രീതിയിൽ കൊണ്ടുപോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും പറയുന്നതാണ്, അല്ലെ, ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് അള്ളാഹുവാണ്. അവൻ ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, ഏറെ സഹനശീലനും വളരെയേറെ പൊറുക്കുന്നവനുമാണ്. ഇനി അടുത്ത നോക്കിക്കോ, അടുത്ത ആയത്ത്. വ അഖ്സമു, അവർ സത്യം ചെയ്തു, അല്ലെ, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് അവര് സത്യം ചെയ്തു. ജഹദ ഐമാനിഹിം, അവരെ കൊണ്ട് കഴിയുന്നതിന്റെ ഏറ്റവും പരമാവധി എന്നുള്ള നിലക്കാ പറയുന്നത്. അവർക്ക് കഴിയുന്ന വിധത്തിൽ അവരെന്താക്കിയിട്ടുണ്ട്, അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. എന്താ സത്യം ചെയ്തത്? ലഇൻ ജാഅഹും, അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ആര്? നദീർ, ഒരു താക്കീതുകാരൻ വന്നിട്ടുണ്ടെങ്കിൽ, ലയകൂനന്ന അഹ്ദ, അല്ലെ, ലയകൂനുന്ന, അവർ ആയിരിക്കും, എന്താകും? അഹ്ദ, ഏറ്റവും കൂടുതൽ സന്മാർഗം പ്രാപിച്ചവർ ആകുമായിരുന്നു എന്നാണ് പറയുന്നത്. അഹ്ദ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ്, അല്ലെ, ഹുദ, അല്ലെ, ഹിദായത്ത്, ഹുദ, അതിന്റെ അഹ്ദ എന്ന് പറയുമ്പോൾ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാന്ന് അങ്ങനെ പറയുന്നത്. ഇപ്പൊ കബീർ, അക്ബർ എന്ന് പറയുന്നില്ലേ, അല്ലെ, കബീർ എന്ന് പറഞ്ഞാല് വലിയത്, അക്ബർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയവൻ, അല്ലെ, സഗീർ ചെറുത്, അസ്ഗർ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത്, അങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്, ഏറ്റവും എന്നുള്ള നിലക്ക്. അപ്പൊ അതേപോലെയാണ് ഇവിടെ അഹ്ദ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ ഏറ്റവും കൂടുതൽ സന്മാർഗികളാകുമായിരുന്നു എന്നാ പറയുന്നത്. ആകുമെന്ന് അവർ അള്ളാഹിനോട് സത്യം ചെയ്തു. മിൻ ഇഹ്ദൽ ഉമം, ഈ സമുദായങ്ങളിൽ ഏതെങ്കിലും ഒരു സമുദായം ഉണ്ടല്ലോ, അവിടെ ഉള്ള അതിനേക്കാളും ഏറ്റവും ടോപ്പിൽ അള്ളാഹിനെ വിശ്വസിക്കുന്ന ആൾക്കാരാകുമായിരുന്നു എന്ന് അവര് അള്ളാഹുവിൻ്റെ അടുത്ത് സത്യം ചെയ്തു. എന്ത്? അവർക്ക് താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ എന്താ സംഭവിച്ചത്? ഫലമ്മാ ജാഅഹും, അവർക്ക് അങ്ങനെ ആ സമുദായത്തിലേക്ക് എന്ത് വന്നു? താക്കീതുകാരൻ വന്നു, അല്ലെ. വന്നപ്പോൾ അവരെന്താ ചെയ്തത്? ഫലമ്മാ ജാഅഹും നദീറുൻ, മുന്നറിയിപ്പുമായി, അല്ലെ, ഒരു താക്കീതുകാരൻ വന്നപ്പോൾ, മാ സാദഹും, അവർക്ക് വർദ്ധിപ്പിച്ചില്ല, ഇല്ലാ നുഫൂറ, വിരണ്ടോട്ടമല്ലാതെ, വെറുത്തുപോകലല്ലാതെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ആ ഒരു ജനതയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ മുമ്പ് പല ക്ലാസ്സുകളിലും പറഞ്ഞൊരു വിഷയം തന്നെയാണ് ഇത്, അല്ലെ. സൂറത്തുൽ ബയ്യിനയിലുള്ള നമ്മൾ മുമ്പ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ കാര്യം, അല്ലെ. അവർക്ക് ശരിക്കും മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ, അവര് അവിടെ ആദ്യമേ ഉണ്ടായ ആ വേദഗ്രന്ഥം നൽകപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവിടെ ഉള്ളതിൽ തന്നെ അറബികൾക്കിടയിൽ ഇവർക്ക് എന്ത് വന്നിട്ടില്ല, പ്രവാചകൻ ഇതൊന്നും വന്നിട്ടില്ല. പക്ഷെ അവിടെ ആദ്യമേ ഉണ്ടായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളിലും പെട്ട ആൾക്കാരുണ്ടല്ലോ, അവര് പറഞ്ഞു നടന്നിട്ടുണ്ട് അതിനെന്ത്, നമ്മളിലേക്ക് ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നടക്കുകയും. പക്ഷെ അവരിലേക്കല്ല വന്നത്, അല്ലെ, വന്നത് അറബികൾക്കിടയിലേക്കായി, അല്ലെ. അതും ഖുറൈശി ഗോത്രത്തില്, അതും സാധാരണക്കാരനായാലേ ഒരാടിനെ മേയിച്ച് നടന്നുകൊണ്ടിരുന്ന, അല്ലെ, അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളെയാണ് അള്ളാഹു താല പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തത്, അല്ലെ. സത്യത്തില് അതൊക്കെ കൊണ്ടാണ് അവരെന്താക്കിയത്? വിശ്വസിക്കാതിരുന്നത്, അല്ലെ. ശരിക്കും അവര് പറഞ്ഞു നടന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിലേക്ക് പ്രവാചക, അല്ലെ, മുന്നറിയിപ്പുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഉള്ള ഈ സമുദായങ്ങളെക്കാളും ഏറ്റവും നല്ല ടോപ്പ്, നല്ല സമുദായം നമ്മളാകുമായിരുന്നു എന്ന് അവര് പറഞ്ഞു, സത്യം ചെയ്ത് പറഞ്ഞ. പക്ഷെ അള്ളാഹിന്റെ അടുത്തുനിന്ന് മുന്നറിയിപ്പും കൊണ്ട് ദൂതൻ വന്നപ്പോഴേക്കും അവരെന്താക്കി? വിശ്വസിക്കാതെ കളവാക്കി പിന്തിരിഞ്ഞ് ഓടുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ ഈ ആയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇസ്തിക്ബാറൻ ഫിൽ അർളി, അതായത് അവര് കിബിർ, അല്ലെ, കിബിർ നടിച്ച് അഹങ്കരിച്ച് നടക്കുകയും ചെയ്തത്. ഫിൽ അർളി, ഭൂമിയിൽ ഗർവ് നടിച്ചതിനാൽ, അല്ലെ, അവർക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടായെന്നാ പറയും. പിന്നെയോ കുതന്ത്രം, അല്ലെ, മക്കറ്
തന്ത്രം, മക്കർ സയ്യ് കുതന്ത്രം, കുതന്ത്രം അവര് പ്രയോഗിക്കുകയും ചെയ്തു അല്ലെ, ദുഷിച്ച കുതന്ത്രം. അത് വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബി അഹ്ലിഹി, വലാ യഹീഖു വന്ന് ഭവിക്കുകയില്ല, അൽ മക്റു സയ്യിഉ ദുഷിച്ച ആ കടുത്ത കുതന്ത്രം വന്ന് ഭവിക്കുകയില്ല, ഇല്ലാ ബി അഹ്ലിഹി അതിന്റെ ആൾക്കാരിലല്ലാതെ. ആരെങ്കിലും കുതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെയാണ് എന്താകാന്, അതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവര് അഹങ്കാരത്തോടെ ഭൂമിയിൽ ഗർവ് നടിച്ച് നടന്ന് കുതന്ത്രം പ്രയോഗിച്ച്, എന്നാൽ ആ ഒരു കുതന്ത്രത്തിന്റെ സംഭവം തന്നെ എന്താ, ഇതെന്താ പറയുന്ന വെച്ചാൽ അള്ളാഹു താല പറയുന്നത് ആ കുതന്ത്രം അത് അവർക്കല്ലേ, അത് പ്രയോഗിച്ച ആൾക്ക് തന്നെയാണ് എന്താകാന് അത് അനുഭവിക്കേണ്ടി വരാം. പലപ്പോഴും അല്ലെ നമ്മള് ഏതെങ്കിലും രൂപത്തിൽ, ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടില്ല അല്ലെ, ഒരാളെ കുറിച്ചിട്ട് ഇന്ന് രാവിലെ തോന്നിട്ടത് അല്ലെ, നമ്മളങ്ങനെ ഒരു മോശമായിട്ട് ഒരാളെ കുറിച്ച് വിചാരിച്ചാൽ പോലും അല്ലെ നമ്മള് അതിന്റെ പേരില് അനുഭവിക്കേണ്ടി വരുന്നത്. ശരിക്കും അല്ലെ നമുക്ക് അങ്ങനെ ഒരാളെ കുറിച്ച് വിചാരിക്കണ്ട അല്ലെ, ഇത് ശരിക്കും തന്നെയാണോ അഭിനയിക്കുന്നതാണോ നമുക്കറിയില്ല അല്ലെ. അതന്നെ ശരിക്കും അങ്ങനെ തോന്നൂലേ ചില സമയത്ത്, ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ തോന്നൂലേ അല്ലെ. ഇബ്ലീസിന്റെ ഓരോരോ തോന്നിക്കല്, അള്ളാഹു അക്ബർ, അള്ളാഹ് നമ്മളെല്ലാം കാത്തു രക്ഷിക്കട്ടെ അല്ലെ. അങ്ങനെയുള്ള ഒരു വേണ്ടാത്തൊരു തോന്നലും വേണ്ട. ഒരാളെ കുറിച്ച് എല്ലാവരും നല്ല തന്നെയെന്ന് വിചാരിച്ചാൽ മതി അല്ലെ, എല്ലാവരും നല്ല തന്നെ. വായിക്ക് പ്ലാസ്റ്റർ, വായിക്ക് മാത്രല്ല വീഡിയോ വീഡിയോ ഒട്ടിക്കേണ്ടി വരും നമ്മളെ മനസ്സിൽ തോന്നലും കൂടി ഇതാക്കണ്ടേ, കൺട്രോൾ ചെയ്യണ്ടേ അല്ലെ. അവിടെ എന്താടാ, അതന്നെ നമ്മളെ ഒരാളെ കുറിച്ച് ഒന്നും മോശമല്ല വിചാരിക്കേ വേണ്ട. അങ്ങനെ ഇരിക്കോ ഇങ്ങനെ ഇരിക്കോ ഊഹം പറയുന്നുണ്ടല്ലോ അല്ലെ. ശരിക്കും നമുക്ക് അറിയില്ല. ഇപ്പൊ ചിലപ്പോ അതിന് തൊട്ടു മുമ്പ് വരെ അവര് മോശമായിരിക്കും, പക്ഷെ ആ സമയത്ത് അയാൾ നല്ല ചിന്തയിലാണ് ചെയ്യുന്നെങ്കിലോ നമുക്കറിയില്ലല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് ആരെ കുറിച്ച് നമ്മൾ എന്താക്കണ്ട, ആരെയും നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യാൻ പോകണ്ട അല്ലെ. നമ്മൾ എന്തായിട്ടില്ല, അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ഇനി നമ്മൾ പെർഫെക്റ്റ് ആയി എന്ന് വിചാരിക്കാം, എന്നാ ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നാലും നമുക്ക് അതിനുള്ള അവസരം അവകാശം നമുക്കില്ല. അതെ, നമ്മൾ ആരെയും എന്താക്കണ്ട, ഒന്നും വിചാരിക്കണേ. നമ്മൾ കുറെ നിസ്കരിക്കുന്നു, ഖുറാൻ ക്ലാസ് വരുന്നു, കുറെ പഠിക്കുന്നുണ്ട് അല്ലെ, സൂറത്തുൽ ബഖറ പഠിച്ചെന്നും വിചാരിച്ചിട്ട് ഒന്നും പഠിക്കാത്ത ആൾ നമ്മൾ എന്താക്കണ്ട, ചെറുതായിട്ട് കാണൊന്നും വേണ്ട അല്ലെ. നമ്മൾ ഒരാളെ വേഷം കൊണ്ടോ അല്ലെ രൂപം കൊണ്ടൊന്നും നമ്മൾ ഒരാളെ വിലയിരുത്തിയും വേണ്ട. നമ്മളെക്കാട്ടും ഹൈ ലെവലിലേക്ക് ചിലപ്പോ അള്ളാഹ് സ്വർഗത്തിൽ അവരെ എത്തിക്കുക, നമുക്ക് പറയാമെങ്കിലാ അല്ലെ. അത് നമ്മളങ്ങനെ ഒരാളെയും നമ്മളങ്ങനെ വിചാരിക്കണ്ട അല്ലെ. ഇപ്പൊ ഇവിടെ പറഞ്ഞ വിഷയം എന്ന് വെച്ചാല് ഒരു മോശം വിചാരം അല്ലെ, ഒരു കുതന്ത്രം ഒരാള് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് അവര് തന്നെയാണ് എന്താകാന്, അത് അവർക്ക് തന്നെയാണ് അത് അനുഭവിക്കേണ്ടി വരാം. ആ ദുഷിച്ച ആ കുതന്ത്രം അവർക്ക് തന്നെയാണ് വരാം. കാരണം അല്ലാഹു തആല പറയുന്നത് ഫഹൽ യൻളുറൂന, എന്നിരിക്കെ ഇവർ നോക്കുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ, ഇല്ലാ സുന്നത്തൽ അവ്വലീൻ, അതായത് പൂർവികന്മാരുടെ ആ ഒരു നടപടിക്രമത്തെ അല്ലാതെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ടോ. ഫലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, ഫലൻ തജിദ നിനക്ക് കണ്ടെത്തുകയില്ല, നീ കണ്ടെത്തുകയില്ല, ലി സുന്നത്തില്ലാഹി അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്ക് തബ്ദീല ഒരു മാറ്റവും അള്ളാന്റെ സുന്നത്തിന് അല്ലെ, അള്ളാന്റെ നടപടിക്രമങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ എന്ത് തന്ത്രം പ്രയോഗിച്ചോ പ്രയോഗിക്കാതിരുന്നോ അവിടെ അള്ളാന്റെ അല്ലെ മുൻ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇന്നും ഉണ്ടാകാനാ പറയുന്നത്. എല്ലാ കാര്യത്തിലും അതിനൊന്നും എന്തുണ്ടാവൂല, മാറ്റമൊന്നും ഉണ്ടാവൂല. അതായത് ഒരു തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് കാലഘട്ടം മാറിയെന്ന് വെച്ചിട്ടൊന്നും അതിനെന്തില്ല, മാറ്റങ്ങളൊന്നും ഇല്ല അല്ലെ. പക്ഷെ ചിലത് അള്ളാഹു തആല എന്താക്കുന്നുണ്ട്, നീട്ടി വെക്കുന്നുണ്ട്. ഒരു അവധി വരെ സമയം തരും. ശരിക്കും നമുക്ക് അള്ളാഹ് ആയുസ് നീട്ടി തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവിടെ നന്മയിൽ ഉപയോഗപ്പെടുത്താന്നുള്ളതാണ്. നമുക്ക് എത്ര ആയുസ് അള്ളാഹ് അധികരിപ്പിച്ച് തരുന്നോ അത്രയും നമ്മൾ എത്രത്തോളം നമുക്ക് നന്മയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും അതിനു വേണ്ടി പരിശ്രമിക്കാം. കാരണം നമ്മളല്ല പരീക്ഷിക്കുന്നല്ലേ, സമയവും ആയുസ്സും സൗകര്യവും എല്ലാം തന്നിട്ട് എത്രത്തോളം റബ്ബിലേക്ക് നമ്മൾ അടുക്കുന്നുണ്ട് എന്ന് അള്ളാഹ് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. മുൻകാലഘട്ടങ്ങളിൽ ഓരോ പ്രവാചകന്മാർക്ക് അല്ലെ, ഓരോ സമുദായങ്ങളിലേക്ക് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ച് പ്രവാചകന്മാർ വന്ന് ദഅവത്ത് ചെയ്ത് കുറച്ചാൾക്കാർ വിശ്വസിക്കും, കൂടുതൽ ആൾക്കാർ അവിശ്വസിക്കുകയും അല്ലെ ധിക്കാരികളായി ജീവിക്കുകയും ചെയ്തു.
അതിന്റെ ഫലമായി അവർക്കൊക്കെ എന്താ സംഭവിച്ചത്? ശിക്ഷ അല്ലെ, അള്ളാന്റെ ഭാഗത്തു നിന്ന് അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ലേ? അപ്പം അതന്നെയാണ് ഇവിടെ പറയുന്നത്. ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീന ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. അത് മാത്രമല്ല, അള്ളാഹുവിന്റെ ആ നടപടിക്രമങ്ങൾക്ക് എന്തില്ല, ഒരു മാറ്റം വരുത്തലും ഇല്ല, ഒന്നുമില്ല അല്ലെ. രണ്ടും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പം മുൻപ് പിന്നെ മുൻ കാലഘട്ടങ്ങളിൽ എപ്രകാരമാണോ ഓരോരുത്തർക്കും നേരിടേണ്ടി വന്നത്, അതേപോലെ തന്നെയാണ് ഇനിയും ഉണ്ടാകുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഓരോ സമുദായത്തിലേക്കാണ് മുൻപ് ഓരോ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോക ജനതക്ക് മുഴുവനുമായിട്ടാണ് അല്ലെ. അപ്പം ആ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ഫോളോ ചെയ്ത് അല്ലെ, അള്ളാഹു തആല എന്താണോ പറഞ്ഞത് അതനുസരിച്ച് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാതെ പിന്നെ ആദ്യമേ എനിക്ക് അത് കിട്ടിയിട്ടില്ല അല്ലെ, ആ ഒരു ഇത് പിന്നെ നമ്മളൊരു കിബർ, നമ്മളൊരു അഹങ്കാരം അവിടെ പിന്നെ നമ്മളെ പ്രവർത്തനത്തിന് മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളതെല്ലാം അതൊരു മറയായിരിക്കും അല്ലെ. പിന്നെ അതിൽ ഇഖ്ലാസ് ഉണ്ടാവൂല, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുലേക്ക് ഉള്ളതാവൂല, പിന്നെ ഫുള്ളും ധിക്കാരത്തിന്റെ പ്രവർത്തനങ്ങളായിരിക്കും വരാം അല്ലെ. എങ്ങനെയെങ്കിലും ഈ ദുനിയാവെന്ന് പിന്നെ തട്ടിക്കൂട്ടിയിട്ട് അങ്ങ് പോകണം, രക്ഷപ്പെടണം എന്നുള്ള നിലക്ക് പല തന്ത്രങ്ങളും മനുഷ്യന്മാർ പ്രയോഗിക്കും. അതാ പറയുന്നത് അല്ലെ. എന്ത് തന്ത്രം പ്രയോഗിച്ചാലും അവിടെയെല്ലാം അതിന്റെ അനന്തരഫലം അവരവരെ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അള്ളാന്റെ സുന്നത്തിന്, അള്ളാന്റെ നടപടികൾക്ക് ഇതുവരെ അല്ലെ, അന്നും ഇന്നും എന്തില്ല, ഒരു മാറ്റവും നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഒരു തഹ്വീൽ എന്ന് പറഞ്ഞാൽ ഒരു ഭേദഗതി. ഭേദഗതി എന്ന് പറയുമ്പോൾ എന്താണ്, മാറ്റം തന്നെ അല്ലെ. അതുപോലെ തബ്ദീല, അപ്പം ഒരു പകരം അല്ലെ, അതിനൊരു പകരം കൊണ്ടുവരാനൊന്നും കഴിയില്ല, ഒരു മാറ്റം വരുത്താനും കഴിയില്ല. എന്നിട്ട് അള്ളാഹു തആല പറയുന്നത്, അവലം യസീറു ഫിൽ അർദ്, അവലം യസീറു ഫിൽ അർദ്. നമ്മള് പലരും പിന്നെ ഈ ടൂറ് പോകാൻ വേണ്ടിയിട്ടുള്ള തെളിവ് പറയുന്ന ആയത്താണിത്. ഇതുപോലെ വേറൊരു ആയത്തുണ്ട്, ഖുൽ സീറു ഫിൽ അർളി എന്ന് പറഞ്ഞിട്ട്. ഞാന് പിന്നെ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടായിന്. നമ്മള് സിറാത്തൽ മുസ്തഖീം പറഞ്ഞിട്ടില്ലേ, നമ്മള് സിറാത്തൽ മുസ്തഖീം അല്ലേ പറഞ്ഞേ, സിറാത്ത് പാലത്തിന്റെ കഥ പറഞ്ഞിട്ടില്ലേ, സിറാത്തൽ മുസ്തഖീം അല്ല, സിറാത്ത് പാലത്തിന്റെ. അപ്പോ പിന്നെ അതിന്റെ ഒരു ക്ലാസ് കണ്ടപ്പോ ഞാനൊന്ന് കേട്ട്, കാരണം നമ്മൾ എടുത്തൊരു ക്ലാസ്, അപ്പൊ അതിന്റെ വിഷയം അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഓരോ ഉദാഹരണങ്ങൾ വളരെ രസകരമായിട്ട് നമ്മളെ KV അബ്ദുൽ ലത്തീഫ് മൗലവിയില്ലേ, ഓർതാണ് ആ ക്ലാസ്. കുറച്ച് മുമ്പായിട്ട് എടുത്ത ക്ലാസ്സാന്ന് തോന്നുന്നു, കുത്തുബേറ്റാം. നല്ല ഭംഗിയിൽ പറയും, ഞാൻ ഗ്രൂപ്പിൽ ഇടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറന്നുപോയി. പക്ഷെ അത് ഞാൻ അയച്ചു തരേ, നല്ലോണം കേൾക്കാൻ മാത്രം ഉണ്ട്. അപ്പം പിന്നെ അതിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആ പാലം കടന്നു പോകേണ്ട കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, കുടുംബ ബന്ധം ചേർക്കുന്നതിനെ കുറിച്ചും അതെല്ലാം. പിന്നെ അവിടെ അപ്പുറം ഇപ്പുറം നിൽക്കും എന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പം പിന്നെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് എന്താന്ന് പറഞ്ഞത്, സൽസ്വഭാവം അല്ലെ. നമ്മളിപ്പോ സൽസ്വഭാവം എന്ന് പറയുമ്പോ എന്തെല്ലാം കാര്യങ്ങളാ പറയാ, എല്ലാവരോടും നല്ല നിലയിൽ സ്നേഹത്തിൽ ചിരിച്ച് വർത്താനം പറയുന്നത് മാത്രം സൽസ്വഭാവം. അതിലൊരു കാര്യം പ്രത്യേകം പറഞ്ഞെന്താണെന്നറിയോ, ഇപ്പൊ നമ്മള് റസൂലുള്ളാന്റെ സുന്നത്ത് പിൻപറ്റണം എന്ന് പറയുന്നുണ്ട് അല്ലെ എല്ലാ കാര്യത്തിലും. ഇന്ന് പിന്നെ ഓറ ശൈലി വാർത്തന്റെ ഒരു രസമാണല്ലോ, ഇങ്ങനെ കുറച്ച് തമാശ രൂപത്തിൽ പറയുമല്ലോ, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞിനി, ഇടക്ക് തമാശയും കലർന്ന രീതിയിൽ. അപ്പം പിന്നെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം വിവാഹത്തിന്റെ കാര്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ലളിതമാക്കണം അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലളിതമാക്കണം. അല്ലാണ്ട് റസൂലിന്റെ മോള് കല്യാണത്തിന് എത്ര ആള് ഉണ്ടായേ, ആർക്കറിയോ, ആർക്കെങ്കിലും അറിയോ എത്ര? അല്ലല്ല, 13 ആളാ, 13 16 അങ്ങനെ എത്രയോ ആകെ, അത്ര ആളെ ഉണ്ടായിട്ടുള്ളൂ. ആടെ മക്കത്ത് മദീനത്തെ ആളൊന്നും ഇല്ലേറ്റാ വിളിക്കാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയേറ്റാ അല്ല. അത് അവരങ്ങനെ അത്രയും ലളിതമായിട്ടാണ് ചെയ്തിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമ്മള് പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മൾ ആ സുന്നത്ത് എന്താക്കുന്നില്ല, പാലിക്കുന്നേ ഇല്ല അല്ലെ. അപ്പോ ഇതെല്ലാം സൽസ്വഭാവത്തിൽ വരുമ്പോലും, ഇപ്പൊ നമ്മൾ ആർഭാട കല്യാണം ഒരാൾ നടത്തുന്നു വിചാരിക്കാം, ആഡംബര കല്യാണം നടത്തുന്നു. അപ്പോ പിന്നെ നമ്മള് വിളിച്ച്, അപ്പൊ നമ്മൾ എന്താക്കേണ്ടത്,
ക്ഷണിച്ചല്ലേ, ക്ഷണം സ്വീകരിക്കണ്ടല്ലേ? അപ്പൊ നമ്മൾ പോവല്ലേ? പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെയല്ല, നമ്മൾ അതിൽ മാറി നിൽക്കേ വേണ്ടത് പോലും. നമ്മൾ ലളിത ജീവിതം നയിക്കുന്ന ആളെ ഇങ്ങനെ ആഡംബര കല്യാണം കഴിക്കുന്നതിൽ ഇസ്ലാമിൽ അതിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തേക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പങ്കെടുക്കുന്നില്ല, വരൂല, അങ്ങനെ പറയണം. അങ്ങക്ക് വേണമെങ്കിൽ 2 ദിവസം മുമ്പ് അവിടെ കയറി കഴിഞ്ഞോ, അങ്ങനെ പറയുന്നു. അതുവരെ ഹുസ്നുൽ ഹുൽക്കിൽ വരുമ്പോലും ഇപ്പൊ ഫസ്റ്റ് പിന്നെ പിന്നെ എല്ലാ ലളിതമായ ജീവിതം നയിക്കണം എന്ന് പറഞ്ഞല്ലോ അല്ലെ? അപ്പൊ ഏട്ടൻ വ്യാപ്പിളുടെ അനിയൻ വ്യാപ്പിളുടെ എല്ലാം കഥയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പൊ ഒരാള് ഭയങ്കര ലളിതമായ ജീവിതം നയിക്കുന്ന ആള്, അപ്പൊ അയാൾ എവിടെയും കൂട്ടിയിട്ട് പോകൂല, ടൂറൊന്നും പോകൂല. മറ്റേത് പിന്നെ വാശി പോലെ ഒരാൾ പോകാത്തെങ്കിൽ പകരം പോലെ ഒരു ദിവസം ഊട്ടിയില്, ഒരു ദിവസം ഡൽഹിയില്, ഒരു ദിവസം ബോംബെയില്, ചിലപ്പോ ദുബൈയില് എല്ലാം വിസിറ്റിംഗ് എടുത്തിട്ടെല്ലാം ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലെ? എന്നിട്ട് എന്താ തെളിവ് പറയാ? കുൽ സീറു ഫിൽ അർളിൽ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ പറഞ്ഞില്ല അല്ലാഹു തആല. അതാണ് ഈ ആയത്ത് ഓതുമ്പോ ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെ അല്ലെ, നമുക്ക് പോകാം, സ്ഥലങ്ങൾ കാണാൻ പോകാം. പക്ഷെ അതിനെല്ലാം എന്തുണ്ട്? ലിമിറ്റേഷൻസ് ഉണ്ട്. പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ആ പൈസ ആർക്കെങ്കിലും കൊടുത്തൂടെ അല്ലെ? നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് എന്താ കിട്ടാനുള്ളത് അല്ലെ? ഒരാളിങ്ങനെ പറയുമ്പോ ഞാൻ പറയാം, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സ്ഥലത്തും പോകണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായത് ആകെ മക്കത്ത് പോകണോ, കഅബ കാണണമെന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ. അൽഹംദുലില്ലാ അല്ലെ, അള്ളാഹ് അത് സാധിപ്പിച്ചു തരുകയും ചെയ്ത്. അൽഹംദുലില്ലാ. പിന്നെ പിള്ളേരെ വിചാരിച്ചിട്ടാണ് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കില്ല. അല്ലാണ്ട് എനിക്ക് ഒരു സ്ഥലത്തും പോണ്ട. ദുബൈയില് ഇങ്ങനെ പിന്നെ ക്ലാസ് എടുക്കാനെല്ലാം ഒരാളെന്തായാലും ഞാൻ പറഞ്ഞ എനിക്ക് ദുബൈയിൽ വരേ വേണം. ഞാൻ പണ്ടേ പോയിന് ദുബൈയിൽ. എപ്പോ? സ്വപ്നത്തില് ദുബൈയിലും എല്ലാം കണ്ടിനില്ലേ, എന്ത് കാണാനുള്ളത്. അപ്പൊ നമുക്ക് എന്റെ മാപ്പിള ആ ഒരു ചിന്ത ഉറപ്പുറം ജീവിച്ചിട്ട് ഞാൻ അങ്ങനെ ആയതൊന്നും എനിക്കറിയില്ല. അങ്ങനെ കുറെ സ്ഥലങ്ങളൊന്നും പോയി കാണണോ അങ്ങനെ ഒന്നും ആഗ്രഹമില്ല. ഇവരും പറയും ഒരു ടൂർ പോകുമ്പോ അത്രേ പൈസ പൊടിക്കാൻ ഒരു ദിവസത്തേക്ക്. ആ ഒരു പൈസ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് 1 മാസം 2 മാസം കഴിഞ്ഞുകൂടാ, കൂടിക്കൂടെ? അല്ലെ, നമ്മളെന്തിനാ ഒരു ദിവസം ഇങ്ങനെ അടിച്ചു പൊടിച്ചിട്ട് തീർക്കുന്നതെന്ന്? നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കണ്ടേ, അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ കാണണ്ടേ, അള്ളാഹിന്റെ കുദ്റത്തുകൾ കാണണ്ടേ? ഇതാണ് നമ്മൾ എന്ത് പറയാ, ന്യായീകരണം പറയാ. പക്ഷെ അള്ളാഹു തആല സീറു ഫിൽ അർളി പറഞ്ഞത് എന്തിനാന്ന് ആയത്ത് നോക്കിക്കോ. അവലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അള്ളാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? ഫയൻദുറു, അപ്പോൾ അവർക്ക് കാണാം അല്ലെ, നോക്കാം. എന്ത്? കൈഫ കാന, എങ്ങനെയാണ് ഉണ്ടായത്? എന്ത്? ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള അല്ലെ, ഇവർക്ക് മുമ്പുള്ളവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ പറഞ്ഞത് അല്ലെ? മുൻകാലഘട്ടത്തിലെ ജനതകൾ നശിപ്പിക്കപ്പെട്ടതും അല്ലെ, അവരെ ജീവിച്ചതും അവരെ നശിപ്പിച്ചതും അതിന്റെ അടയാളങ്ങൾ ഇന്നും ബാക്കി കിടക്കുന്നുണ്ട് അല്ലെ? അതൊക്കെയാണ് എന്താക്കാൻ പറഞ്ഞത്? കാണാനും നോക്കാനും ഒക്കെ പറഞ്ഞത്. ബാക്കിയുള്ളതെല്ലാം കാണണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിനൊന്നും വിരോധിക്കില്ല. പക്ഷെ ഒരു വിശ്വാസി ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ പറഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞത് അല്ലെ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ അല്ലെ? അനാവശ്യമായ കാര്യങ്ങൾ, ഇതൊരു ആവശ്യമുള്ള കാര്യമാണോ അല്ലെ? ശരിക്കും ചിന്തിച്ചു നോക്കട്ടെ. ഒരു മിനിറ്റ്. കഴിഞ്ഞ ജനതകളുടെ പര്യവസാനം എപ്രകാരമാണ് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്താക്കാൻ പറഞ്ഞത്? ഭൂമിയിലൂടെ അല്ലെ? അവർ സഞ്ചരിക്കുമ്പോ അവർക്ക് കാണുന്നില്ലേ? അവർ സഞ്ചരിക്കാറില്ലേ? അവലം യസീറു അല്ലെ, അവർ സഞ്ചരിക്കാറില്ലേ ഫിൽ അർളി, ഭൂമിയില്. ഫയൻദുറു, അപ്പൊ അവർക്ക് കാണുന്നില്ലല്ലേ? അവർക്ക് കാണാലോ, നോക്കാലോ. കൈഫ കാന, എപ്രകാരമായിരുന്നു എന്ന്. ആഖിബത്ത് അല്ലെ, പര്യവസാനം. അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരുടെ. വകാനു, അവരായിരുന്നു. അശദ്ദ മിൻഹും ഖുവ്വ, ഇവരെക്കാട്ടി ശക്തിയുള്ളവരാണ് അല്ലെ? ഇവരിപ്പോ കുറെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് രക്ഷപ്പെടാന്ന് വിചാരിക്കുന്നെങ്കിൽ അള്ളാഹു താല പറയുന്നു ഇവരാക്കാട്ടി സ്ട്രോങ് ആണ് ആര്? ഇവർക്ക് മുമ്പുണ്ടായ ജനത അല്ലെ? ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് ഏറ്റവും ഹൈറ്റ് കുറവും പിന്നെ ആയുസ് കുറവും. അതിനു മുമ്പുണ്ടായ ജനതയെല്ലാം എന്തുണ്ട്? നല്ല ഹൈറ്റും വെയിറ്റും നല്ലോണം ആയുസ്സും എല്ലാം ഉണ്ടായിരുന്നു അല്ലെ? ഓരോ ആൾക്കാർ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ 950 കൊല്ലം പ്രബോധനം ചെയ്തെന്നാ പറഞ്ഞത്. പ്രബോധനം മാത്രം അല്ലെ? ആദം അലൈഹി സ്വലാമിൽ 1000-ലധികം കൊല്ലം ജീവിച്ചെന്നാ പറയുന്നത് അല്ലെ? അവരുടെ ഉയരത്രയാണ്? ആദ സമുദായത്തെ കുറിച്ചെല്ലാം പറയുമ്പോ അല്ലെ, ഈത്തപ്പനത്തടികൾ പോലെ അവര് ചെരിഞ്ഞു വീടും എന്നല്ല പറയുന്നത്. അവരുണ്ടാക്കിയ വീടും ഇതെല്ലാം വലിയ പർവ്വതങ്ങൾ അല്ലെ, മലകൾ തുറന്ന് വീടുണ്ടാക്കിയ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മലയെല്ലാം തുറന്ന് ഉണ്ടാക്കണമെങ്കിൽ എത്ര പണിയുണ്ടല്ലേ? അന്ന് അവരുടെ തടിയും വണ്ണും അവരെ നല്ല ശക്തിയും കഴിവും എല്ലാം ഉള്ളവരായിരുന്നു. പക്ഷെ എന്നിട്ട് എന്തായല്ലേ?
ഒരു കാറ്റടിച്ചപ്പോ അല്ലെ, ഒരു മഴ പെയ്തപ്പോ, ഒരു ഇടി വന്നപ്പോ എല്ലാം പോയില്ലേ അല്ലെ, കീഴ്മേൽ മറിക്കപ്പെട്ടില്ലേ അല്ലെ, ഓരോ സമുദായങ്ങളും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അപ്പൊ ഇപ്പോഴും ചെറിയ ചെറിയ രൂപത്തിൽ അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷാ പരീക്ഷണം വരുന്നുണ്ട്, വന്നോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ മനുഷ്യന്മാരെ ഇത് അല്ലെ. റഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. മനുഷ്യന്മാരെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ അനന്തരഫലമായിട്ടാണ് എന്ത്, ഭൂമിയിലോ കരയിലും കടലിലും ഒക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന പറയുന്നത്. നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞില്ലല്ലേ, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താലാന്ന് നമ്മൾ എന്താകാന് അനുഭവിക്കേണ്ടി വരാം. അപ്പൊ ഇതന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതും അതന്നെ അല്ലെ. കുതന്ത്രം പ്രയോഗിക്കുമ്പോൾ അത് നമുക്ക് നേർക്ക് തന്നെയാണ് അതിന്റെ അലയൊലികൾ ഉണ്ടാവുക. ഇവിടെയോ അതന്നെ പറയുന്നത് അല്ലെ. അപ്പൊ കാനു അശദ്ദ മിൻഹും ഖുവ അല്ലെ, ഇവരെക്കാട്ടിയും നല്ല സ്ട്രോങ്, നല്ല ശക്തിയുള്ള ഊക്കന്മാരായിരുന്നു. വമാ കാനല്ലാഹു ലിയുജസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. എന്നാലോ അള്ളാഹ്ക്ക് ഇവരെ ഒന്നും അസാധ്യമാക്കാനുള്ള എന്താ പറയാ ഒരു കഴിവ് കുറവ് അള്ളാഹ്ക്കില്ല അല്ലെ. വമാ കാനല്ലാഹു ലിയുജസഹു, അവരെ അള്ളാഹിനെ അസാധ്യമാക്കാൻ അവർക്ക് കഴിയില്ല, ഒന്നും കഴിയില്ല. ആകാശത്തുമില്ല, ഭൂമിയിലുമില്ല, ഒന്നുമില്ല. ഇന്നഹു കാന അലീമൻ ഖദീറ. അള്ളാഹു എന്താണ്, ഏറ്റവും കഴിവുള്ളവനും എല്ലാറ്റിനും കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ് അല്ലെ. അലീമൻ ഖദീറ. അള്ളാന്റെ ശക്തിയും കഴിവും, ഇവരെത്ര ശക്തന്മാരായിക്കോട്ടെ, എത്ര ബുദ്ധിയുള്ളവരായിക്കോട്ടെ, എന്ത് തന്നെ കഴിവും ഇതുണ്ടെങ്കിലും അത് എല്ലാം എന്താണ്, അള്ളാഹു കൊടുത്തതാണല്ലോ. അതല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാ ഇല്ല അല്ലെ. നമുക്ക് പിന്നെ അള്ളാഹ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാന്നല്ലാണ്ട് നമുക്കായിട്ട് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയോ? ഈ ഉപജീവനത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഉപജീവനത്തിന്റെ അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ദുനിയാവില് ഒരുപാട് വസ്തുക്കൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ. ഇത് നമുക്ക് എങ്ങനെയാന്ന് അനുഭവിക്കാൻ കഴിയുന്നത്? ചില ആൾക്കാർക്ക് കുറെ കിട്ടുന്നു, ചില ആൾക്കാർക്ക് കുറച്ച് കിട്ടുന്നു. അപ്പൊ നമ്മൾ എന്താ പറയാ അള്ളാഹ് കണക്കാക്കിയതാന്ന് തന്നെ പറയാനല്ലേ. മാഷാ അല്ലാ. ചിലപ്പോ നമ്മൾ ഇങ്ങനെ പറയും അല്ലെ, ഓ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഓന്റെ പരിശ്രമം കൊണ്ടാണ് ഓനക്ക് ഇത്രയും കിട്ടിയത്. അങ്ങനെ പറയില്ലേ ചില ആൾക്കാർ അല്ലെ, ഓന്റെ ബുദ്ധി കൊണ്ടാന്ന്, ഓന്റെ വിദ്യാഭ്യാസം, ഓന്റെ കഴിവാന്ന്, അങ്ങനെ പറയും. ഓരോരോ ആൾക്കാർ നല്ല ഇതുണ്ടാക്കുന്ന ഇത്. പക്ഷെ അങ്ങനെ നമ്മൾ പറയാനോ ചിന്തിക്കാനോ പാടില്ല എന്ന് പറയുന്നത്. കാരണം എത്ര ഇതുണ്ടായാലും അവിടെ അത് അള്ളാന്റെ ഇത് മാത്രമാണെന്നാ പറയുന്നത്. അതിന്റെ ഒരു ഇത് പറയുന്നത് വെച്ചാല് പിന്നെ അതന്നെ, നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹ് കണക്കാക്കിയത് എത്രയാണോ അത് ലഭിക്കും എന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ പരിശ്രമിക്കാതിരിക്കാൻ പാടില്ല. അതായത് മനുഷ്യൻ അവന്റെ ജീവിത മാർഗത്തിന് വേണ്ടി പലതരത്തിലുള്ള അന്വേഷണം നടത്തുന്നു, പ്രയത്നിക്കുന്നു, അവനാൽ കഴിയുന്ന സാമർത്ഥ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഓരോരുത്തർക്കും ലഭിക്കുന്നതിന്റെ അളവ് അവന്റെ ആഗ്രഹത്തിന്റെയോ പ്രവർത്തനത്തിന്റെയോ സാമർത്ഥ്യത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല. അതായത് അള്ളാഹു കണക്കാക്കുന്ന ഒരു തോതനുസരിച്ചിട്ടേ ഓരോരുത്തർക്കും കിട്ടും. എത്ര പരിശ്രമിച്ചെന്ന് വിചാരിച്ചിട്ടും അള്ളാഹ് ഒരാൾക്ക് എത്ര കണക്കാക്കിന് അതേ കിട്ടും. അതിൽ മാറ്റമൊന്നും ഉണ്ടാകൂല. ബുദ്ധിയിലും സാമർത്ഥ്യത്തിലും വളരെ പിന്നോക്കമുള്ള ചിലർക്ക് സമ്പൽ സമൃദ്ധിയും വമ്പിച്ച സുഖസൗകര്യങ്ങളും ലഭിക്കുന്നതും, വലിയ ബുദ്ധിമതികളും അതിസമർത്ഥരുമായ ചിലർക്ക് ശുഷ്കിച്ച ജീവിതം മാത്രം ലഭിക്കുന്നതും, ഒരേ കണക്കിന് മുതൽ മുടക്കി ഒരേ തരത്തിൽ പ്രവർത്തനത്തിൽ ഉപയോഗപ്പെടുത്തി അതിനെ ആസൂത്രണം ചെയ്ത് നടത്തിയാൽ പോലും രണ്ടുപേരുടെ അധ്വാന ഫലങ്ങൾ ചിലപ്പോൾ പരസ്പരം വ്യത്യസ്തമായി തീരും. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാല് ഇത് അത് ഓരോരുത്തർക്കും അള്ളാഹ് കണക്കാക്കിയത് കൊടുക്കുന്നതാണ്. അല്ലാതെ നമ്മളെ ഇതുകൊണ്ടല്ല അല്ലെ കുറച്ചും കൂടുതലൊക്കെ സംഭവിക്കുന്നത്. അതായത് എല്ലാം അള്ളാഹു മനുഷ്യർക്കിടയിൽ അള്ളാഹു ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഏതൊരു ജീവി ഉണ്ടെങ്കിൽ അതിന് ഉപജീവനം നൽകുന്നതിന്റെ ബാധ്യത ആർക്കാണ്? അള്ളാഹുവിനാണ് അല്ലെ. അള്ളാഹിന്റെ മേലെ ബാധ്യത ഉണ്ട്. നമ്മളെ മേലെ ബാധ്യത ഉണ്ടാ? ഉണ്ട്. ദുനിയാവിലുണ്ട് അല്ലെ. ദുനിയാവിൽ എല്ലാവർക്കും അള്ളാഹിന്റെ കാരുണ്യം ലഭിക്കുന്നുണ്ട്. ആഖിറത്തിൽ എല്ലാവർക്കും കിട്ടൂല. അള്ളാഹ്ക്ക് വഴിപ്പെട്ടവർക്ക് മാത്രമേ കിട്ടൂ. അപ്പൊ ഇതിലൊക്കെ ഒരുപാട് യുക്തി രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ പ്രവാചകന്മാരുടെ ഒരു ചിന്തിച്ചു നോക്കിയാട്ടെ.
സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, യൂസഫ് നബി അലൈഹിസ്സലാം. യൂസഫ് നബി കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചെങ്കിലും കൂടി അല്ലേ പിന്നീട് അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ അല്ലെ. സുലൈമാൻ അലൈഹിസ്സലാമും ദാവൂദ് അലൈഹിസ്സലാമും ഒക്കെ അവർ രാജാക്കന്മാരായിരുന്നു അല്ലെ. അള്ളാഹു അവർക്ക് പലതും അനുഗ്രഹങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാ നമ്മളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ എന്താ നിർധനനായിരുന്നു അല്ലെ. ഒന്നുമില്ല, ഉപ്പയില്ല, ഉമ്മയില്ല അല്ലെ, ആരോരും ഇല്ല, ഒരാടിനെ മേയിച്ച്. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാം ഒക്കെ അങ്ങനെ തന്നെ പറയുന്നത്. വളരെ നിർധനരായിരുന്നു, ആടിനെ മേയിച്ച് അങ്ങനെ പ്രയാസപ്പെട്ടിട്ടാണ് ജീവിതം നയിച്ചത്. അതെന്താ അള്ളാഹ് അങ്ങനെ ആക്കിയേ അല്ലേ? സുലൈമാൻ നബിക്ക് കുറെ കൊടുത്തിട്ട് നമ്മളെ നബിക്ക് എന്താ കുറച്ച് കൊടുത്തേ? അങ്ങനെ ചിന്തിക്കാൻ പറ്റോ? ഇല്ല. അതിലൊക്കെ എന്തുണ്ട്? അതിലൊക്കെ അള്ളാഹുവിന്റെ ഓരോ യുക്തി രഹസ്യങ്ങൾ അതിൽ അടങ്ങി കിടക്കുന്നുണ്ട് അല്ലെ. അത് അന്നത്തെ ഓരോ സമുദായത്തിനുള്ള ഒരു പരീക്ഷണമായിരിക്കും അന്ന്. ശരിക്കും സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കൊട്ടാരത്തിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര ആശ്ചര്യം തോന്നും അല്ലെ. സ്ഫടിക കൊട്ടാരം, പിന്നെ ബിൽക്കീസ് രാജ്ഞി അങ്ങോട്ടേക്ക് കടന്നു വന്നപ്പോൾ വെള്ളാന്ന് വിചാരിച്ചിട്ട് കുപ്പായം പൊന്തിച്ചെന്ന് അല്ലേ പറയുന്നത്. വെച്ചാൽ അത്രയും അതിന്റെ ആ ഒരു ഇതൊന്നും ഇന്നത്തെ എത്രയും അല്ലെ ടോപ്പ് ലെവലിൽ അങ്ങനത്തെ എല്ലാം നമുക്ക് കാണാൻ കഴിയൂ. അപ്പൊ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതും എല്ലാം എന്തുണ്ട് അള്ളാഹ് വിചാരിച്ചാൽ അന്ന് പഴയത് ഇപ്പോഴത്തെ കാലം ന്യൂ ജനറേഷൻ അങ്ങനെയൊന്നും ഇല്ല അല്ലേ. ഇങ്ങനെ ഒരു കാലഘട്ടം ചിലപ്പോൾ മുമ്പും കഴിഞ്ഞിട്ടുണ്ടാകുമല്ലേ, അള്ളാഹു ആയാലും നമുക്കറിയില്ല. അപ്പൊ ഇതെല്ലാം അള്ളാന്റെ കണക്കനുസരിച്ചിട്ടാണ് നടക്കുന്നത്. ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കണ്ട. ഇതെല്ലാം എന്താണ് അല്ലെ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അള്ളാഹ് തടഞ്ഞത് തരാനും ആർക്കും കഴിയില്ല, അള്ളാഹ് തന്നത് തടയാനും ആർക്കും കഴിയൂല. അപ്പം പിന്നെ ഇവിടെ പറയുന്നുണ്ട്, അതായത് ഈ റിസ്ക് എങ്ങാനും അള്ളാഹു തആല ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തില് കുഴപ്പങ്ങളും അക്രമങ്ങളും ആയിരിക്കും. ഇപ്പൊ ചിലരെ മേലാളന്മാരാക്കിയിട്ടും കീഴാളന്മാരാക്കിയിട്ടും വെക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു തആല എന്താക്കിയത്, കുറച്ചാൾക്ക് കൂടുതലും കുറച്ചാൾക്ക് കുറവെല്ലാം കൊടുത്തത്. അല്ലേ? എല്ലാവരും ഡോക്ടർമാരോ എഞ്ചിനീയർമാരായാൽ പിന്നെ കടലിൽ പോയിട്ട് മീൻ പിടിക്കാൻ ആരാ ഉണ്ടാകുക അല്ലെ? ഈ ഡോക്ടർക്കും എഞ്ചിനീയർക്കെല്ലാം മീനും പൊരിച്ചതെല്ലാം തിന്നണ്ടേ അമ്മോ അല്ലേ? അപ്പൊ മീൻ പിടിക്കാനും കടലിൽ പോകാനും അല്ലേ അതിനും ആള് വേണ്ടേ? പിന്നെന്താ? ശരിക്കും ഡോക്ടറെക്കാട്ടി എഞ്ചിനീയറെക്കാട്ടി നല്ല പണിയാവൂലോ മീൻ പിടിക്കാൻ പോകുന്നത്. നല്ല പൈസ എന്ന് പറയും. അതെ, മാഷാ അല്ലാഹ്. മീൻ മടക്കൂന്നേ ഉള്ളൂ അല്ലേ. അതിനെന്താ അല്ലേ, വർഷം വളർത്താലും പ്രശ്നമൊന്നും ഇല്ല അല്ലേ. അധ്വാനിച്ചിട്ട് ജീവിതം അല്ലേ. നമ്മൾ കുറേ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അപ്പൊ ഇതെല്ലാം അള്ളാന്റെ കണക്ക് തന്നെയാണ്. ഓരോരുത്തർക്കും അള്ളാഹ് കണക്കാക്കിയതാണ് എന്താകുന്നത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ ഭയങ്കര ലെവലിലാന്നൊന്നും വിചാരിക്കേണ്ട ആരും. ഓരോരുത്തർക്കും അള്ളാന്റെ കണക്കനുസരിച്ച് കൊടുക്കുന്നത്, അല്ലാണ്ട് നമ്മളെ പരിശ്രമം കൊണ്ടല്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതെ, കടലിൽ ഇഷ്ടം പോലെ മീനുണ്ട്. കടലില് തിമിംഗലം തിന്നുന്ന മീനിന്റെ കണക്കാർന്നെങ്കിൽ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു അല്ലെ. എന്നിട്ട് നമുക്ക് എത്രയും മീൻ കിട്ടുന്നു. സുബ്ഹാനല്ലാഹ്. ആ കടലിന്റെ സമ്പത്തിൽ നിന്ന് ആലോചിച്ച് നോക്കിയാട്ടെ അല്ലേ. അള്ളാഹു അക്ബർ. അള്ളാഹു വലിയവനാണ്. അള്ളാഹ്ക്ക് അല്ലേ ഇതൊന്നും എന്തല്ല ഒരു പ്രയാസമേ ഇല്ല. ആ അള്ളഹാനോട് ആ കളി അല്ലെ. യുക്തിവാദികളെല്ലാം ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്താന്നല്ലേ ഇവർക്കല്ലേ എങ്ങനെ പറയാൻ കഴിയുന്നത്. നമ്മൾ ഈ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓക്സിജനായിട്ട് സ്റ്റോപ്പായി പോയി എനിക്ക് തീർന്നില്ല ഓന്റെ കഥ അല്ലെ. അത്രേ ഉള്ളൂ. എന്നിട്ടും മീന് തിന്നുന്നത് എന്താ? അത് വായി തുറന്നു വെച്ചത്. അല്ലാ. അല്ലാ. അത് അവർക്ക് ചെറിയ മറ്റേ ആൽപ്പലിബിന് മുട്ടായി തിന്നുന്ന പോലെ ഉണ്ടാവും അല്ലേ. തിമിംഗലായിരിക്കൂലേ. അല്ലാഹു അക്ബർ. തിന്നുന്നത് ഇവരത് നത്തല മറ്റാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞാകുന്നല്ല. ഞാൻ പറഞ്ഞ അയിലെ അയക്കുറേ പറ്റാന്ന് അല്ലേ. അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് അല്ലേ. അല്ല അത് വേറെ മീനാണ്. കേദല അങ്ങനെ എന്തുവാണ് അല്ല. മാസ് ചൂര. അല്ലാ, എന്തെല്ലാന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ഓരോ കുതിർത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി അല്ലേ. അപ്പൊ ഈ കടലിലുള്ള ഇതിനെല്ലാം ചിന്തിക്കുമ്പോ ഞാൻ എന്താ ചിന്തിക്കലെന്നറിയോ, നന്മ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാം ദുആ ചെയ്യുമെന്ന് പറയുന്നത് അല്ലേ.
അപ്പൊ എത്ര പ്രാർത്ഥന നമുക്ക് കിട്ടൂലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു പോട്ടല്ലേ. ഇങ്ങനെയുള്ള കുറെ നമ്മളറിയാത്ത കുറെ ജീവജാലങ്ങളുടെ എല്ലാം പ്രാർത്ഥനയെല്ലാം കിട്ടിയിട്ടെങ്കിലും അല്ലേ? അതെ, എന്തെല്ലാം ഉണ്ട്, എല്ലാണ്ട് മലകളും കുന്നും മരങ്ങളും എല്ലാം പ്രാർത്ഥിക്കുന്നല്ലേ പറയുന്നല്ലേ? ആ, എല്ലാവർക്കും കിട്ടും അല്ലേ? നമ്മളെല്ലാവർക്കും കിട്ടും. അൽഹംദുലില്ലാ, അള്ളാഹ് തരട്ടെ അല്ലേ? ആമീൻ. എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, അത്രയും വേണ്ടു അല്ലേ? അള്ളാഹ് നമ്മളെല്ലാരെയും സ്വർഗത്തിലേക്ക് അല്ലേ, ഏറ്റവും വേഗത്തിൽ സ്വർഗത്തിൽ പോകുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ ഇവിടെ പറഞ്ഞെന്ന് വെച്ചാൽ അവലം യസീറു ഫിൽ അർളി, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കാറില്ലേ? ഫയൻളുറു കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ള ആൾക്കാരുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അവർ നോക്കിക്കാണാലോ. വകാനു അശദ്ദ മിൻഹും ഖുവ്വ, അല്ലേ? അവർ ഇവരെക്കാൾ നല്ല ശക്തിയുള്ള ആൾക്കാരായിരുന്നു. പിന്നെയോ അള്ളാഹുവിന്റെ കാര്യം പറയുന്ന വെച്ചാല് വമാ കാനല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു വസ്തുവും അള്ളാഹിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ കഴിയൂല. ഇന്നഹു കാന അലീമൻ ഖദീറ, നിശ്ചയമായും അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവരുമാകുന്നു. ഇനി ഒരായത്തും കൂടിയേ ഉള്ളൂ, അതും കൂടി പറഞ്ഞേക്കാം അല്ലേ? വലൗ യുആഖിദുല്ലാഹു الناس ബിമാ കസബു, ഇനി അള്ളാഹ് എങ്ങാനും ഈ മനുഷ്യരെ എങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹ് എങ്ങാനും ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ മാ തറക അലാ ദഹരിഹ മിൻ ദാബത്തിൻ, അല്ലേ? അതായത് പിന്നെ അതായത് ഈ മനുഷ്യർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഓരോ കാര്യത്തിന്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, അതിന്റെ കാരണത്തിന് അള്ളാഹു എങ്ങാനും ഈ ദുനിയാവിൽ ഓരോരാളെയും പിടികൂടാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നു മാ തറക അലാ ദഹരിഹ മിൻ ദാബത്തിൻ, ഈ ഭൂമിയിൽ അലാ ദഹരിഹ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്ത് എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ മാ തറക്ക അവൻ വിട്ടേക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല, മിൻ ദാബത്തിൻ ഒരു ജന്തുവും, ഒരാളും ബാക്കി ഉണ്ടാവില്ല. മനസ്സിലായ? ഇന്നിപ്പം നമ്മളെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് നടക്കുന്നത് അള്ളാഹ് ഒരു കാരുണ്യം നമ്മളോട് കാണിച്ചുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് അള്ളാഹ് ഈ ദുനിയാവിലെ അവസരം തരുകയാണ്, എന്തിന്? നന്നാകാനും അല്ലേ, തൗബ ചെയ്യാൻ. നമുക്ക് സമയം അള്ളാഹ് നീട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ അല്ലേ? നമ്മളെങ്ങാനും ഇപ്പം മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് കഴിയോ? തൗബ ചെയ്യാൻ കഴിയോ? നിസ്കരിക്കാൻ കഴിയോ? സദ്ക എടുക്കാൻ കഴിയോ? ഖുർആൻ ഓതാൻ കഴിയോ? ഒരു അമലും ഇല്ല അല്ലേ? നമ്മളെ റൂഹ് പോകുന്നതോടുകൂടി എല്ലാം സ്റ്റോപ്പായി. അങ്ങനെ ചിന്തിച്ചാൽ മതി. നിസ്കരിക്കാൻ മടി വരുമ്പോൾ ഞാനാമറ്റിപ്പം മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരുന്നിട്ടെങ്കിലും എന്താക്കാന് നിസ്കരിക്കാൻ സുന്നത്ത് അല്ലേ? ചില സമയത്ത് നമുക്ക് അലസത മടി തോന്നും അല്ലേ? അങ്ങനെ ഇരുന്നിട്ട് നിസ്കരിക്കാന്ന് വിചാരിക്കുമ്പോൾ എന്ത് തോന്നും അറിയോ? അള്ളാഹ് എനിക്ക് എൻ്റെ കാലിന് ആയുസ് തന്നിട്ടില്ലേ, ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യുന്നില്ലല്ലേ, പിന്നെ എന്തിനാ ഇരുന്നിട്ട് നിസ്കരിക്കുന്നത്? നിന്നിട്ട് നിസ്കരിക്കാം അല്ലേ? അങ്ങനെ നിന്നിട്ട് നമ്മളെ മടി അവിടെ പോവും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ. അതെ, ചില സമയത്ത് നമ്മളിങ്ങനെ ഓരോ ജോലിയെല്ലാം ചെയ്തിട്ടാകുമ്പോൾ നമുക്കൊരു കാലിനൊരു വേദന ഉണ്ടാകുമ്പോൾ ഒരു മടി തോന്നും അല്ലേ? അന്നേരം ഞാൻ വിചാരിക്കും പഠിച്ചോനെ പണി അത്രയും നിന്നിട്ട് ചെയ്തിട്ട് 2 റക്അത്ത് അതല്ലേ അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കാനായി പണി അല്ലേ? അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ നമ്മളെ വേദനയും പോയി, ക്ഷീണവും പോയി, മടിയും പോയി. പിന്നെ ഈ സ്പോട്ടിൽ അങ്ങാനല്ലേ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ ആ 2 റക്അത്ത് 2 സുജൂദ് അല്ലേ, 2 4 സുജൂദ് എന്തിനാ നഷ്ടപ്പെടുത്തുന്നില്ലേ? അതിന്റെ കുറവാൻ പറ്റുമോ? നാളെ തുലാസിൽ വന്നിട്ടുണ്ടെങ്കിലോ അന്നേരം നമുക്ക് ഖേദിച്ചിട്ട് കാര്യമുണ്ടോ അല്ലേ? ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാതെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ നമ്മൾ ഖേദിക്കുക, അതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അല്ലേ? ഒരു സുബ്ഹാനല്ലാഹിൽ അലീം അല്ലേ, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി ഒന്നും നഷ്ടപ്പെടുത്തണ്ട അല്ലേ? കഴിയുന്നത്ര നമ്മളെ കൊട്ടയിലേക്ക് വാരി വാരി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ അള്ളാഹു തആല പറയുന്നത് വലൗ യുആഖിദുല്ലാഹു الناس, ജനങ്ങളെ മനുഷ്യരെ എങ്ങാനും അള്ളാഹു പിടികൂടുകയാണെങ്കിൽ ബിമാ കസബു, അവര് പ്രവർത്തിച്ച് സമ്പാദിച്ചു കൂട്ടിയതിന്റെ പേരിൽ അവരെ എങ്ങാനും അള്ളാഹു പിടികൂടിയിട്ടുണ്ടെങ്കിൽ മാ തറക അലാ ദഹരിഹാ മിൻ ദാബത്തിൻ, ഈ ഭൂമിന്റെ മേലെ ഒരു ജന്തു ഉണ്ടാവില്ല എന്ന് പറയുന്നു, ഒന്നും ഉണ്ടാവില്ല. വലാകിൻ പക്ഷേ യുഅഖിറുഹും അള്ളാഹു എന്താക്കിയിട്ടുണ്ട്? അവരെ കുറച്ച് പിന്തിപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ? അഖറ കുറച്ച് വൈകിപ്പിച്ച് അല്ലെങ്കിൽ താമസിപ്പിച്ച്. എന്താണ്? ഇലാ അജലിൻ മുസമ്മ, ഇലാ അജലിൻ ഒരു അവധി വരെ അല്ലെ? മുസമ്മ എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ട ഒരവധി വരെ അള്ളാഹ് നീട്ടി വെച്ചതാ.
പിടിക്കാന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് എല്ലാവരും പിടിക്കാന് അല്ലേ. ഒരു കയ്യിൽ ആകാശവും ഭൂമിയും ചുരുട്ടി പിടിക്കുന്നല്ലേ പറഞ്ഞത് അല്ലേ. എന്താണ് മത്തുവിയാത്തും ബിയമീനിഹി നടത്തിയില്ലേ. വലം കൈകളിൽ ആകാശവും ഭൂമിയും അള്ളാഹ്ക്ക് ചുരുട്ടി പിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ്. പിന്നെ നമ്മളെല്ലാം എന്തായിരിക്കുമല്ലേ, അത്രയും നമുക്ക് പറയാൻ കഴിയില്ല. അത്രക്കും പൊടിയായിരിക്കൂലേ നമ്മള്. ആ ഭൂമിന്റെ ഉള്ളിലല്ലേ നമ്മളുള്ളത്. ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ മേശപ്പുറത്ത് ഒരു ഗ്ലോബ് വെച്ചാൽ നമുക്കിങ്ങനെ അല്ലെ ഇന്ത്യ, ഏഷ്യ, മറ്റേ അറബിക്കടൽ ഇങ്ങനെയെല്ലാം കാണാൻ കഴിയും അല്ലെ. ശരിക്കും ചിന്തിച്ചു നോക്കിയാട്ട് അത് എത്ര വലുതാന്ന്, സുബ്ഹാനല്ലാഹ് അല്ലേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം നമ്മൾ ഭൂമിനെ കുറിച്ചിട്ട്. ഉരുണ്ടിട്ടില്ലേ ഒരു ഗോളാകൃതി, എന്നിട്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, എത്രയോ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ ഇതില് വെള്ളമുണ്ട് അല്ലെ, കടലുണ്ട്, വലിയ വലിയ മലകളുണ്ട്, ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടാ? ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നമ്മൾ പോകുന്നില്ലേ അല്ലെ. നടന്നിട്ടും കാറിലും സൈക്കിളിലും എല്ലാം നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്നില്ലേ. ഇതിലെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാന്ന്? നമ്മളാ? ഇല്ല അല്ലേ. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പം നമ്മൾ എന്നിട്ടും അല്ലെ അള്ളാഹ് നമുക്ക് ഓരോ ദിവസം ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ എത്രയാ അല്ലെ. നമ്മൾ രാവിലെ ഉറങ്ങി എണീച്ച് ചിന്തിക്കലുണ്ടാ? അൽഹംദുലില്ലാ അല്ലെ. നമ്മൾ രാവിലെ എണീച്ച് ബാത്റൂമിൽ പോയി നല്ല റാഹത്തിൽ മൂത്രം ഒഴിച്ച് നമ്പർ 2 പോയി അല്ലെ, എല്ലാം കഴിഞ്ഞ് വന്നില്ലേ, അൽഹംദുലില്ലാ ചിന്തിക്കലുണ്ടാ? ഇതിനെല്ലാം ബുദ്ധിമുട്ടുന്ന അല്ലെ കിഡ്നിക്കും പിന്നെ ഓരോ ശരീരത്തിലെ ഓരോ അല്ലെ ദഹന പ്രക്രിയകൾക്കും ആമാശയത്തിനും വൻകുടലിനും എല്ലാം പ്രയാസം വരുന്ന, ക്യാൻസർ ബാധിച്ച ഓരോ ആൾക്കാർ അനുഭവിക്കുന്ന പ്രയാസം എത്രയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അള്ളാഹിനെ ശുക്ർ ചെയ്യുന്നുണ്ടാ? അള്ളാഹിനെ എത്ര ഇതെല്ലാം ഓർമ്മിക്കണം എപ്പോഴും. നമ്മൾക്ക് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നു, അതിങ്ങനെ എടുത്ത് വായിടാൻ കഴിയുന്നു, നമ്മൾ കഴിക്കുന്നു, ചവച്ചരച്ച് ഇറക്കുന്നു അല്ലെ, വെള്ളം കുടിക്കുന്നു. ഇതെല്ലാം ഓരോ ദിവസം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. എന്നിട്ട് നമ്മൾ എത്ര അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നത്. ഇങ്ങനെല്ലാം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്ന റബ്ബ്, നമ്മളെത്ര അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്നത്. നമ്മൾ ഓർമ്മിക്കണം അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ. നമ്മൾ എല്ലാ ദിവസവും എല്ലാ സമയത്തും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. എത്രയോ വലിയ അനുഗ്രഹത്തിൽ. എന്നിട്ട് നമുക്ക് എന്താ ടെൻഷൻ അല്ലേ. വെറുതെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന എത്രയും മനുഷ്യന്മാരുള്ള വെടിവെച്ച് കൊല്ലണം എല്ലാത്തിനും. വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കുന്നില്ലേ. ഈ ദുനിയാവ് ചിന്തിക്കേണ്ടത് ഞാൻ പറയല്. ടെൻഷൻ ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങളിൽ വരുമ്പോൾ മാനസികമായി നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് നമ്മളത് മാറ്റിക്കളയണം. അതെ, അലം നശ്റഹ് ലക സദ്റക അല്ലേ. അള്ളാന്റെ റസൂലിനെ ഒരു മാനസികമായ ഒരു പ്രയാസം അനുഭവിച്ചു തരാം അള്ളാഹ് ഇറക്കിയ ആയത്തല്ലേ, നിന്റെ ഹൃദയത്തിന് വിശാലത തന്നില്ലേ. അങ്ങനെ ഒന്നില്ല, അത് ഓതാൻ വേണ്ടിട്ട് പറയുമ്പോ അതെ ആ ആയത്തും ആ സൂറത്തും ഓർമ്മിച്ചിട്ട് ഓതുമ്പോ നമുക്ക് പ്രയാസം അങ്ങ് നീങ്ങും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രയാസപ്പെട്ട സമയത്താണ് സൂറത്ത് അവതരിക്കുന്നത്. അല്ലാ. അപ്പം നമ്മളെ ഒരവധി വരെ അള്ളാഹ് നീട്ടി വെച്ച് തന്നതാ. നമുക്ക് അള്ളാഹ് ചെയ്തു തരുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാം. നമ്മൾ എത്രത്തോളം അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നുണ്ട് അല്ലെ. എത്രമാത്രം നമ്മൾ അള്ളാഹുവിലേക്ക് തൃപ്തിപ്പെട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അള്ളാഹ് തന്നതിൽ നമുക്ക് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയണം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അല്ലെ. എല്ലാ അവസ്ഥയിലും അള്ളാഹ്ക്ക് സ്തുതി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാ, അത്ര തന്നെ. വേറൊന്നും നമുക്ക് വേണ്ട. അവിടെ സമാധാനമുള്ള ജീവിതം ഉണ്ടാവും, അവിടെ സന്തോഷമുള്ള ജീവിതം ഉണ്ടാവും. ഇല്ലെങ്കിലോ എപ്പോഴും പ്രയാസങ്ങളും വിഷമങ്ങളും ഇങ്ങനെ നമ്മളെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ എന്നിട്ട് അല്ലാഹു തആല പറയുന്നേ, വലൗ യുആഖിദുല്ലാഹു الناس ബിമാ കസബു മാ തറക അലാ ദുഹരിഹാ മിൻ ദാബത്തിൻ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ. ഒരു അവധി വരെ അള്ളാഹു നീട്ടിയിട്ടിരിക്കുകയാണ് അല്ലെ. ഫഇദാ ജാഅ അജലുഹും, ഇനി ഒരവധി വന്നാൽ അല്ലെ, ആ അവധി ഉണ്ടല്ലോ, നീട്ടിവെച്ച ഒരു അവധി അല്ലേ, ആ അവധി വരുമല്ലോ. എപ്പാ വരാ? ഖിയാമത്ത് നാളിലാ. മൊത്തത്തില് ഖിയാമത്ത് നാളിൽ എല്ലാം സ്റ്റോപ്പാവും. ഓരോരുത്തരുടെയും ഒരു അവസാനം ഉണ്ട് അല്ലേ, നമ്മളെ മരണത്തോടു കൂടി. അപ്പൊ നമ്മളെ ഈ ദുനിയാവിലെ അവധി എപ്പാന്ന്? നമ്മളെ റൂഹ് അള്ളാഹ് കൊണ്ടുപോവും അല്ലേ. അന്നേരം നമ്മളത് സ്റ്റോപ്പ്. ഫഇദാ ജാഅ അജലുഹും ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറ. അള്ളാഹു തീർച്ചയായും
അള്ളാഹു അവൻ്റെ അടിമകളെ പറ്റി കണ്ടറിയുന്നവനാണ്. അള്ളാഹ് കണ്ടറിയും അല്ലേ? നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണോ ഈ ദുനിയാവിൽ ജീവിച്ചത് അതിനനുസരിച്ചാണ് നമ്മൾ ഈ ദുനിയാവിൽ നിന്നുള്ള തിരിച്ചുപോക്കും അല്ലേ? നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ എപ്രകാരമാണോ നമ്മളെ ജീവിതം കഴിച്ചു കൂട്ടിയത് അതിനനുസരിച്ചിട്ടാണ് നമ്മളെ ഇവിടെ നിന്നുള്ള വിട പറയൽ അല്ലേ? പര്യവസാനം ആഖിബത്ത് നന്നാക്കണേ നമ്മൾ പറയുന്നില്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ. അത് എപ്പോഴും ചോദിക്കണം, നമ്മൾ എല്ലാ ദിവസവും ചോദിക്കണം, സുജൂദിൽ തന്നെ ചോദിക്കണം. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും സുജൂദിൽ നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ. ഏറ്റവും നല്ല പര്യവസാനം റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ. അതുപോലെ മറ്റൊരു ദുആണ് അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന മിന ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതും നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എന്നാലും അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന മിന ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് ഈ ദുനിയാവിലെ നമ്മുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കി തരണേ. മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും മതി, എന്നാലും അറബിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അസ്അലുക എല്ലാത്തിലും നമ്മൾ വരുന്നില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ, ഏറ്റവും നല്ല പര്യവസാനം. അതുപോലെ അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന മിന ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ആ ഒരു അവസരം അത് ഏറ്റവും നല്ല അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പോകാൻ നമുക്ക് കഴിയണേ അല്ലേ? എന്തേ? അതെ, ഞാൻ മുമ്പേ പഠിപ്പിച്ചു തന്നതാണ് സുജൂദിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് പഠിച്ചിട്ട് അന്നും പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്നും അത് ഓർമ്മ ഉണ്ടാവും. ആ ഇതും ഞാൻ പഠിപ്പിച്ചിന്. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന മിന ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആഖിറ കലാമിന അവസാന വാക്ക്, ആഖിറ കലാമിന മിന ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാസ്റ്റത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ, കലിമ ചൊല്ലി മരിക്കാൻ കഴിയണേ എന്നുള്ളത്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നദ്രി ഇലാ വജ്ഹിക്കൽ കരീം. അള്ളാനെ കാണാൻ കഴിയണേ. അള്ളാനെ ലിക്കാനെ, അള്ളാനെ കാണല്. ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടാ. ഇതെല്ലാം നമ്മൾ സുജൂദില് സുന്നത്തസ്കാരങ്ങളിലോ ഫർദസ്കാരങ്ങളിലോ എങ്ങനെ ആയാലും കുഴപ്പമില്ല, സുജൂദിലും ഇത് ഉൾപ്പെടുത്തണം. കാരണം എന്താ അറിയോ, നമ്മൾ റബ്ബുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമല്ലേ സുജൂദ്. അന്നേരം ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും. അതുപോലെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്കില്ലേ, അതും അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷെ അത് സുജൂദിലും ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനയും നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥിച്ചോ, നല്ലതാ. പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും, പെട്ടെന്ന് നമുക്ക് അതിന്റെ ഇത് കിട്ടും. അതന്നെ അതെ, കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് ഒന്നും നിർത്തമൊന്നും വേണ്ട. അത് കൂടുതൽ നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടമായോണ്ട് നമുക്ക് തരാണ്ട് നിൽക്കുന്നത്. എന്തിനറിയാം, നമ്മളിങ്ങനെ ചോദിക്കുന്ന അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോദിച്ചോണ്ടിരിക്കുക, നമ്മളെ ചോദ്യം കൂടാൻ വേണ്ടിയിട്ടാ, കുറയാൻ വേണ്ടിയിട്ടല്ല. അത്രക്ക് തരാണ്ടിരിക്കുന്ന ആളാണ് കൂടുതൽ സന്തോഷിക്കേണ്ടതെന്നാ പറയുന്നത്. തന്ന ആള് അത്ര അധികം സന്തോഷിക്കണ്ട, കാരണം നമ്മൾ ചോദിച്ചത് അപ്പൊ തന്നെ തന്നു. തരാണ്ടിരിക്കുമ്പോ എന്താന്ന് വെച്ചാല് അത് അള്ളാന്റെ സെലക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ സന്തോഷിക്കേണ്ടെന്നാ പറയുന്നത്. അല്ലാഹു അക്ബർ അല്ലെ, എത്ര ഒരു ഇത്, ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ. ഒരു ഹദീസ്, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു ഹദീസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു പറയുന്നു. അതായത് ശല്യ വാക്കുകൾ കേട്ടിട്ട് അതിനെപ്പറ്റി അള്ളാഹുവിനേക്കാൾ ക്ഷമിക്കുന്ന ഒരാളും തന്നെ ഇല്ല. ജനങ്ങൾ അവന് മക്കളുണ്ടെന്ന് വാദിക്കുന്നു, എന്നിട്ട് പിന്നെയും അവൻ അവർക്ക് ആരോഗ്യ ആഹാരം നൽകുന്നു. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്, അതായത് അള്ളാഹിനെക്കാട്ടി ക്ഷമിക്കുന്ന ഒരാളും തന്നെ ഇല്ല. അപ്പം പിന്നെ അള്ളാഹ് എത്രയോ അല്ലെ ക്ഷമാശീലനാണ്, സഹനശീലനാണ്, ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. ഇതെല്ലാം നമുക്കറിയാം അല്ലേ? അപ്പോൾ അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. കാരണം
പിന്നെ നമ്മൾ ഈ ദുനിയാവില് മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിന്റെ മേലെ ഒരാളും ബാക്കി ഉണ്ടാവില്ല എന്നാ പറഞ്ഞത് അല്ലെ. അള്ളാഹ് ആ ഓരോ കാര്യത്തിനും പിടിക്കുകയാണെങ്കിൽ എന്താണ് ഒരാളും ബാക്കിയാകൂല എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹു താല എല്ലാവർക്കും എന്തുണ്ട്, അതെ, ഒരവധി വരെ അള്ളാഹു താല നീട്ടിയിട്ട് തന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ നീട്ടി നീട്ടി അള്ളാഹ് തരുമ്പോ നമ്മള് നന്നാകാന്നല്ലാതെ ഒരു അല്ലെ തിന്മയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. സുഖങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നതെങ്കിലും പ്രയാസങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നതെങ്കിലും അല്ലെ. രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരുണ്ടാവും അല്ലെ. സ്വന്തമായ ഒരു വീട് വരെ ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടാവും, എന്നാ സ്വന്തമായിട്ട് 2-3 വീടുകൾ ഉള്ളവരുണ്ടാവും അല്ലെ. ഇതൊന്നും എന്തല്ല, ഈ ദുനിയാവില് നിലനിൽക്കുന്നതല്ല അല്ലെ. ഇതൊക്കെ ഈ ദുനിയാവിൽ ഒരു അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരീക്ഷണം. ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും തരുന്നത് അത് ഏറ്റവും വലിയ പരീക്ഷണം എന്നാ പറയുന്നത്. സാമ്പത്തികമായില്ലേ ഞെരുക്കങ്ങൾ അനുഭവിക്കുമ്പോ എന്തായാലും അള്ളാനെ തന്നെയാണ് ഓർമ്മിക്കുക. പക്ഷെ സുഖങ്ങൾക്കിടയിൽ സൗകര്യങ്ങൾക്കിടയിൽ റബ്ബിനെ ഓർമ്മിക്കാനും റബ്ബിന് ശുക്ർ ചെയ്യാനും കഴിയുന്നുണ്ടെങ്കിൽ ആ മനസ്സ് അല്ലെ, അതാണ് ഏറ്റവും വിശാലമായ മനസ്സ് എന്നാ പറയുന്നത്. അതാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ ഇതാകുന്നത്. ഇപ്പം എല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഏത് പരീക്ഷണങ്ങളാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ നമ്മൾ ക്ഷമ കൈക്കൊണ്ട് അല്ലെ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് നമ്മള് ഒന്നും വേണ്ട, നമ്മളെ ശരീരത്തിന്റെ അവയവങ്ങൾ മാത്രം തന്നെ ചിന്തിച്ചാൽ മതി അല്ലെ. ഒരർക്ക് വെള്ളം നമുക്ക് കുടിക്കാൻ കഴിയുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. ഓരോ രോഗികളെല്ലാം എത്ര പ്രയാസപ്പെടുന്നു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് ഞാൻ ഇതിനിടക്ക് സഹായിച്ചിട്ടില്ലേ, ഒരു ഉമ്മാന്റെയും ഒരു മോന്റെയും കഥ ഞാൻ പറഞ്ഞിട്ടില്ലേ. അവരന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി പോയതാ. ഇന്നലെ രാത്രി പിന്നെയും ഭയങ്കര പനി പോലും, കടുത്ത പനി, മൂത്രമൊഴിക്കുമ്പോ ഭയങ്കര കട്ടൻ ചായ പോലും മൂത്രമൊഴിക്കുന്നു. അങ്ങനെ എന്താ വേണ്ട മോളെ, ഞാൻ എന്താക്കണ്ടേന്ന് ചോദിച്ചിട്ട് വിളിച്ചിന്. അള്ളാഹു ഷിഫാക്കി കൊടുക്കട്ടെ, ആമീൻ അല്ലെ. ഞാൻ പറഞ്ഞ നല്ലോണം ദുആ ചെയ്യ്. പിന്നെന്താ ചെയ്യാലേ, പല രോഗങ്ങൾ അള്ളാഹു താലാന്റെ ഓരോ പരീക്ഷണങ്ങൾ നമുക്കുള്ള പരീക്ഷണമാണ് നമുക്ക് തോന്നിപ്പോന്നു. നമ്മളെ മുമ്പിൽ അള്ളാഹ് കാണിച്ചു തരും അല്ലെ. നമ്മളെത്ര ആരോഗ്യത്തിലൂടെ എണീച്ച് നടക്കുന്നു. നമ്മളെക്കാട്ടി പ്രായം കുറഞ്ഞവരാണ് ഓരോരോ ആൾക്കാരിലെ കിഡ്നി സംബന്ധമായ പ്രയാസങ്ങളെല്ലാം വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാണ്ട് വളരെയധികം കഷ്ടപ്പെടുന്നു. നമ്മളെ കാലിനൊരു വേദന വന്നാൽ മതി, നമുക്ക് നടക്കാൻ കഴിയാണ്ടായി നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ അല്ലെ. ഇപ്പൊ നമ്മൾ നടന്ന് ഇവിടെ വരുന്നില്ല, അൽഹംദുലില്ലാ, അത്ര വലിയ അനുഗ്രഹമാണ്. അപ്പൊ നമ്മൾ അള്ളാഹിനെ മറക്കാതെ, ഇതെല്ലാം അള്ളാഹിന്റെ അനുഗ്രഹമാണ്. അതല്ലാണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന അല്ലെ മറ്റുള്ള കാര്യങ്ങൾ, സുഖസൗകര്യങ്ങൾ, അതൊന്നും നമ്മൾ ചിന്തിക്കേ വേണ്ട. നമുക്ക് തന്ന ഈ ആരോഗ്യം, ആഫിയത്ത് അല്ലെ, അതിനെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചിട്ട് അൽഹംദുലില്ലാ അള്ളാഹുവിനെ ഒരുപാട് ശുക്ർ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അള്ളാഹു ഏറ്റവും അല്ലെ അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും സച്ചരിതരായ നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. ആയത്തുകൾ ഒന്നും കൂടി ജസ്റ്റ് പറയാം. ദിവസേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പലതരത്തിലുള്ള അറിവുകൾ നമുക്ക് അള്ളാഹ് തന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം നമുക്ക് കേൾക്കാൻ, ഓരോ തെറ്റ് ചെയ്യുമ്പോൾ അന്നേരം ഓർമ്മിപ്പിക്കാൻ ഒരു മെസ്സേജിന്റെ രൂപത്തിലോ ഒരാളെ രൂപത്തിലോ ഒരാളെ നമുക്കിങ്ങനെ അള്ളാഹ് തരുകയാണ്. ശരിക്കും സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം അനുഭവിക്കുമ്പോണ്ടാവും അതിനൊരു ആശ്വാസം പോലെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ആയത്ത് നമ്മൾ തുറക്കുമ്പോൾ കാണേ അല്ലെ. അല്ലാഹു അക്ബർ, എത്ര വലിയ അനുഗ്രഹമാണ്. ഇങ്ങനെ കേൾക്കാനും ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ ഇരിക്കാനും അത് പഠിക്കാനും ഇതിനൊന്നും കഴിയാത്ത എത്ര മനുഷ്യന്മാർ ഈ ദുനിയാവിലുണ്ട്. അവരിൽ നിന്നെല്ലാം നമ്മൾ ഇതിലേക്ക് തിരഞ്ഞെടുത്തില്ലല്ലേ. അതന്നെ ഏറ്റവും വലിയ അള്ളാഹ് നമുക്ക് തന്ന വലിയൊരു തൗഫീഖാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, ആമീൻ അല്ലെ. ഈ അവസരങ്ങൾ, ഈ അവസ്ഥകൾ, ഈ നല്ലതായ അവസ്ഥകൾ അള്ളാഹു നമുക്ക് നമ്മളെ മരണം വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ, ആമീൻ അല്ലെ. എല്ലാം കേൾക്കാനും നല്ലത് കേൾക്കാനും അത് പിൻപറ്റാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തി ജീവിക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പോൾ നമ്മളിപ്പോ ഈ പറയുന്ന കാര്യം ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞാൽ അംഗീകരിക്കാത്ത എത്ര ആൾക്കാരുണ്ട് അല്ലെ. പറഞ്ഞാൽ കേൾക്കാൻ കൂട്ടാക്കാത്ത എത്ര ആൾക്കാരുണ്ട്, കേട്ടാൽ തന്നെ അത് ചെവി കൊടുക്കാത്ത എത്ര ആൾക്കാരുണ്ട് അല്ലെ. ഒരു അവഗണിക്കുന്ന രീതിയിൽ, നമ്മൾ പറയുന്നതിനെ അവഗണിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അല്ലാഹു അക്ബർ, അതെല്ലാം ഇതിൽ പെടും. പിന്നെ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അല്ലെ. സുബ്ഹാനല്ലാഹ്, നമുക്ക് നമ്മളെ ശരീരത്തിലും ഈ ബോഡി പാർട്ടിലും ഉള്ള അനുഗ്രഹമല്ല, അതിനെക്കാട്ടി എല്ലാം വലിയ അനുഗ്രഹമാണ് എന്ത്, ഈ ഹിദായത്താകുന്ന ഈ ഒരു
സന്മാർഗം അല്ലേ? അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമുക്ക് അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഇതാണ്. അള്ളാഹ് നമ്മളെ തിരഞ്ഞെടുത്ത് ഒരു മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിക്കുകയും അല്ലെ, ഈമാനിന്റെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനും അല്ലെ, സിറാത്തൽ മുസ്തഖീമിലായിക്കൊണ്ട് നാളെ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നിരന്തരം ശരിക്കും പിന്നെ ഞാൻ ചോദിക്കാം, നിങ്ങളെ വീട്ടില് പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ മക്കളുണ്ടാവുമല്ലോ, ഏതെങ്കിലും മക്കൾ നിസ്കരിക്കാത്ത മക്കളുണ്ടാ? ഉണ്ടാ? ആരുടെയെങ്കിലും വീട്ടില്? ഇല്ലാലോ? ഉണ്ടാ? ഇല്ലാലോ അല്ലെ? പക്ഷെ ഇന്നലെ 2 ദിവസം മുമ്പ് എന്നോട് ഒരാളൊരു അനുഭവം പങ്കുവെച്ച് ഭയങ്കര സങ്കടത്തോടെയാ പറഞ്ഞത്. കേട്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോ. എന്താ വെച്ചാല് ഓരോ വീട്ടിലുള്ള അവരെ ആങ്ങളമാറ് പ്യാപ്പിളാറൊന്നും നിസ്കരിക്കലില്ല പോലും. എത്ര പറഞ്ഞിട്ടും അത് കേൾക്കുന്നില്ല, ശരിയാകുന്നില്ല. എന്നാ ഉപ്പയോ ഉമ്മയോ ഒന്നും അതിനൊന്നും പറയുന്നുമില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ദുനിയാവിലുണ്ട് എന്ന് കേട്ടിട്ട് എനിക്ക് അതിശയം തോന്നിപ്പോയി. നമ്മളെ ഈ മറ്റേ കുളത്തിലെ തവളനെ പോലെ നമ്മൾ ഈ കുറച്ച് ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരല്ലേ നമുക്കറിയുന്നു. ആ അല്ല, എന്നാലും ഇപ്പോഴും ഉണ്ടോ അങ്ങനെ നിസ്കരിക്കാത്ത ആൾക്കാർ വീട്ടില് അല്ലേ? ഉപ്പയും ഉമ്മയും നിസ്കരിക്കുന്നു, പക്ഷെ ആൺകുട്ടികൾ നിസ്കരിക്കുന്നില്ല, പള്ളി പോകുന്നില്ല. അത് പോട്ടെ, അല്ല അത് പോട്ടെ നോക്കേണ്ട കാര്യമല്ല, എന്നാൽ വീട്ടിൽ നിന്ന് പോലും നിസ്കരിക്കുന്നില്ല പോലും. കള്ളുടിക്കാണ്ടും പിന്നെ കഞ്ചാവ് അടിക്കാണ്ടും നിന്നാ മതിയാ നിസ്കരിക്കണ്ടേന്ന് എന്നോട് ചോദിച്ചത് ഒരാള്. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട്, ടീച്ചർ ഒന്ന് അതിനെ കുറിച്ചിട്ട് ക്ലാസ്സിൽ പറയണോന്ന് പറഞ്ഞിട്ടാ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ നിസ്കരിക്കാത്ത ആളുകളുണ്ട് ഇപ്പൊ അല്ലെ? ഒന്നും ഇല്ലെങ്കിൽ നിസ്കാരം ഉണ്ടാവൂലേ? അതന്നെ പ്രാർത്ഥിക്കാം അല്ലേ? അള്ളാഹ് എല്ലാവർക്കും അത് ഹിദായത്തിന് വെളിച്ചം കൊടുക്കട്ടെ. അതന്നെ പ്രാർത്ഥന എല്ലാത്തിനും ഫലം തന്നെയാ. ഞാനും അവരോട് അതന്നെ പറഞ്ഞത്, നല്ലോണം പ്രാർത്ഥിക്കാം, അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ അല്ലേ? എല്ലാ മക്കളെയും അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. നല്ല പ്രാർത്ഥനയാണ്. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട്, ആരുടെയെങ്കിലും കുടുംബത്തിലോ എങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ നിസ്കരിക്കാത്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, പ്രാർത്ഥിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക. കാരണം നിസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയാൽ പിന്നെ പോയില്ലേ കാര്യം, പിന്നെ അതിന്റെ അപ്പുറം ഒന്നും ഇല്ലാലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് നല്ലോണം പ്രാർത്ഥിക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ആളാ. അൻഫുസക്കും വ അഹ്ലീക്കും നാറാന്നാ പറഞ്ഞെ. നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്നും കാത്തു രക്ഷിക്കുക എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയാ? പോരല്ലേ? നമുക്ക് എല്ലാരും കൂട്ടി പിടിച്ചു പോകണം. നമുക്കും പോകണം, നമ്മളെ മക്കളും അല്ലെ, നമ്മളെ കുടുംബക്കാർ, നമുക്ക് അറിയുന്ന ആൾക്കാർ, നമ്മളെ ഖുർആൻ ക്ലാസ്സിലുള്ള എല്ലാരും അല്ലെ, എല്ലാരും പോകണം സ്വർഗത്തില്. അതെ, അതന്നെ പ്രാർത്ഥന തന്നെയാണ് എല്ലാത്തിനും ഉള്ള പ്രതിവിധി. നല്ലോണം പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്കും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം അല്ലെ? അങ്ങനെയുള്ള മക്കൾ ഇങ്ങനെ മൊബൈലിൽ അതും ഇതും കണ്ടിങ്ങനെ തിരിഞ്ഞ് നടക്കുന്ന ചില ആൾക്കാർ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ അങ്ങനെ ഒരു ചടങ്ങ് പോലെ അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കാണ്ട് നമ്മളെ ഈ ക്ലാസ്സിനെല്ലാം വരുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. അതായത് അവരുടെ മക്കള് ചില ആൾക്കാർ എന്നോട് പറയും ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെ ആർക്കോ വേണ്ടിയിട്ടില്ല നിസ്കരിക്കുന്ന പോലെ. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ആമീൻ. അത് നമ്മൾ പ്രാർത്ഥിക്കുക, എല്ലാരും പ്രാർത്ഥിക്കുക. അതെ, അതാണ് അത് ഏറ്റവും പ്രാർത്ഥന. ഞാൻ ഈ പ്രാർത്ഥന എപ്പോഴും അത്തഹിയാത്തിൽ മറക്കാണ്ട് പ്രാർത്ഥിക്കലുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. അത് പറയാണ്ട് ആ സലാം വിട്ടലേ ഇല്ല. അന്നൊരു ചുവൈലി അബ്ദുൽ മൗലവിന്റെ ആ ക്ലാസ് കേട്ട മുതൽ മാഷാ അല്ലാഹ് എപ്പോഴും ഒരു ഓർമ്മയും. റബ്ബി ജഅൽനി മുഖീമസ് ഇബ്രാഹിം നബിന്റെ 2-3 പ്രാർത്ഥന, അതുപോലെ റബ്ബി ജഅൽ ഹദൽ ബലദ ആമിന വജ്നുബിനി വബനി അൻ നഅബുദൽ അസ്നാം. അതും നമുക്കും നമ്മളെ മക്കൾക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും. ഉണ്ട്, നല്ല ആരോഗ്യത്തോടെ ഉണ്ട് മാഷാ അല്ലാഹ്. അതെ, അതെ, കഴിയുന്നതും അത്തഹിയാത്തിലും സുജൂദിലും. അത്തഹിയാത്തിലെ അവസാനത്തില് ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ശ്രദ്ധിച്ചാൽ മതി. അത് എല്ലാരും ഇങ്ങനെയുള്ള പ്രാർത്ഥന പഠിച്ചതില്ല, ഇങ്ങനെയുള്ള ചൊല്ലിയാലില്ലേ പിന്നെ മറന്നു പോകില്ല. ഇപ്പൊ നമ്മൾ കാണാണ്ട് പഠിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന്? ഇതിനാണ്. കാണാണ്ട് പഠിച്ചാലേ നമുക്ക് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയും, അല്ലാണ്ട് നമുക്ക് നോക്കിയിട്ട് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയില്ലല്ലോ. മനസ്സിലായ? അറബിയിൽ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു മഹത്വം ഫദിൽ എന്തായാലും ഉണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് പഠിക്കണം പഠിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഹർഫ് നമ്മൾ പഠിക്കുമ്പോൾ അതിന് കൂലി തന്നെയാണ്. ഒരു അറബി ഭാഷ, ഒരു ദുആ, ഒരു ചരിത്രം അല്ലെ. ചരിത്രം പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു ക്ലാസ് കേട്ടരും, സുലൈമാൻ നബിന്റെ ഉപ്പാന്റെ പേര് ഇങ്ങനെ, അല്ല സുലൈമാൻ നബിന്റെ നൂഹ് നബിന്റെ ഉപ്പാന്റെ പേര് ഇങ്ങനെ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു ഒരു ക്വിസില്. ഞാൻ നൂഹ് നബിന്റെ ഉപ്പാന്റെ പേരെല്ലാം എന്തിനാ പഠിക്കുന്നത്? അങ്ങനെ ചിന്തിക്കൂലേ? നൂഹ് നബിന്റെ ഉപ്പാന്റെ പേരിൽ പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യമുള്ളേ? ഞാൻ അങ്ങനെ ചിന്തിച്ച്. അപ്പൊ ഒരു ദിവസം ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മളെല്ലാം പഠിക്കണം, പേരും പഠിക്കണം, ചരിത്രം പഠിക്കണം. എന്ത് അനക്കറിയില്ല പറഞ്ഞോന്നിന്. മോനുണ്ടല്ല. പക്ഷെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ ചരിത്രങ്ങൾ പഠിക്കണം, അതെല്ലാം കൂലിയാ ഞാൻ പറയുന്നത്. ചരിത്ര ക്ലാസ്സുകൾ കേൾക്കുന്ന അതിലും കൂലിയാണ്. അത് കഥ കേൾക്കുന്ന ലാഘവത്തോടെ അല്ല അല്ലെ, അതിലെല്ലാം പ്രതിഫലം ഉണ്ടെന്നാ പറഞ്ഞെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഓരോ പണ്ടെല്ലാം ഇങ്ങനെ പഠിക്കില്ലല്ലേ, തലമുറ തലമുറ തലമുറ, അതിലെല്ലാം പ്രതിഫലം ഉണ്ടെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ, എല്ലാം കൂലി തന്നെ. അപ്പൊ നമുക്ക് വിശ്വാസികളല്ലേ, എല്ലാവർക്കും നമുക്ക് ഇതെല്ലാം കൂലിയുള്ളതാക്കി മാറ്റാം അല്ലേ. അപ്പം പഠിക്കുന്നത്, ഒരു ദുആ പഠിക്കുന്നത് അല്ലെ, അതിന്റെ അർത്ഥം പഠിക്കുന്നത്, ഒരായത്ത് പഠിക്കുന്നത്, എല്ലാം എന്താണ് നമുക്ക് നമ്മുടെ നന്മയുടെ തുലാസിലേക്ക് കനം തൂങ്ങുന്ന കാര്യങ്ങളാണ്. അപ്പൊ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആമീൻ. പിന്നെന്താ പറഞ്ഞേ? ഇസ്തിക്ബാറൻ ഫിൽ അർളി വ മക്റ സയ്യി അല്ലേ. അവര് ഭൂമിയിൽ ഗർവ് നടിക്കുകയും കുതന്ത്രം പ്രയോഗിക്കുകയും ചെയ്തു. അതിനാലാണ് ഇല്ലേ, വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബി അഹ്ലിഹി. സത്യത്തില് അല്ലേ, യാഥാർത്ഥ്യം എന്താണ്? ഈ കുതന്ത്രം അത് അതിന്റെ ആൾക്കാരിലല്ലാതെ വന്ന് ഭവിക്കുകയും ഇല്ല എന്ന് പറയും. കുതന്ത്രം പ്രയോഗിച്ചാല് അവർക്ക് തന്നെയാണ് അത് അനുഭവിക്കേണ്ടി വരാം. ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ആ പൂർവികന്മാരുടെ അല്ലെ, അതായത് ഭൂമിയിൽ ഗർവ് നടിച്ച് കുതന്ത്രം പ്രയോഗിച്ച് നടന്നതിനാൽ അവർ ചെയ്ത ആ കുതന്ത്രത്തിന്റെ ഫലം അവരിലേക്ക് തന്നെ അല്ലാതെ വന്ന് ഭവിക്കുകയില്ല എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അള്ളാഹു താല ചോദിക്കാൻ, ഫഹൽ യൻളുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീന അല്ലെ, പൂർവികന്മാരുടെ മേലെ ഉണ്ടായ ആ നടപടി ചട്ടത്തെ അല്ലാതെ വേറെ എന്തെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാ? ഫലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. എന്നാൽ അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് ഒരു മാറ്റവും അല്ലെ, ഒരു മാറ്റത്തിരുത്തും നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തഹ്വീല. അള്ളാഹുവിന്റെ നടപടിച്ചട്ടത്തിന് ഒരു ഭേദഗതിയും നീ കണ്ടെത്തുകയില്ല. അവലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. എന്താണ്, ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കാറില്ലേ, ഇവർക്ക് മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അപ്പോൾ ഇവർക്ക് നോക്കിക്കാണാമല്ലോ. വകാനു അശദ്ദ മിൻഹും ഖുവ്വ അല്ലെ, അവർ ഇവരെക്കാളും നല്ല ശക്തി ഉള്ള ആൾക്കാരായിരുന്നു. എന്നാൽ വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു വസ്തുവിനും അള്ളാഹുവിനെ തോൽപ്പിച്ച് അസാധ്യമാക്കുവാൻ കഴിയില്ല എന്നാ പറയുന്നത്. ഇന്നഹു കാന അലീമൻ ഖദീറ. അള്ളാഹു ഏറെ എല്ലാറ്റിനും കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു. വലൗ യുആഖിദുല്ലാഹു അന്നാസ ബിമാ കസബു. ഇനി അവർ പ്രവർത്തിച്ചതിന്റെ അല്ലെ, മനുഷ്യർ പ്രവർത്തിച്ചതിന് ഫലമായി അള്ളാഹു അവരെ എങ്ങാനും പിടികൂടുകയാണെങ്കിൽ മാ തറക അലാ ദഹ്രിഹാ മിൻ ദാബത്തിൻ. ഈ ഭൂമുഖത്ത് ഒരു ജന്തുവിനെയും അവൻ ബാക്കി വിടുമായിരുന്നില്ല. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ. പക്ഷേ അള്ളാഹു അവർക്കൊരു നിർണയിക്കപ്പെട്ട അവധി വരെ ഒരു സമയം കാലതാമസം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഫഇദാ ജാഅ അജലുഹും, അങ്ങനെ അവരുടെ അവധി വന്നെത്തി കഴിഞ്ഞാൽ ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറ. നിശ്ചയമായും അള്ളാഹു തൻ്റെ അടിമകളെ പറ്റി കണ്ടറിയുന്നവനാണ്. അതായത് അള്ളാഹു എന്താണോ നടപടി സ്വീകരിക്കേണ്ടത് ആ നടപടി അള്ളാഹു അവിടെ നടപ്പിലാക്കും എന്നുള്ളതാണ് പറയുന്നത്. അല്ലാഹു അക്ബർ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സൂറത്ത് നിന്ന് പഠിക്കാനുള്ളത്. അള്ളാഹു കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ പഠിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. ഇനിയും കുറേ പഠിക്കാൻ അല്ലേ, പരിശുദ്ധ ഖുർആനിനെ മുഴുവനായും പഠിക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ, ആമീൻ. മുമ്പേ അബ്ദുറഹ്മാൻ ഉസ്താദിന്റെ ഒരു ക്ലാസ് ഫസ്റ്റ് സൂറത്തുൽ ബഖറ പഠിക്കുമ്പോൾ ഒരു ക്ലാസ് ഓർതാന്ന് ഫസ്റ്റ് ഇട്ടാന്ന് അന്നേരം നമുക്ക്. അന്നേരം അതിലെന്താ പറയുന്നത് വെച്ചാല്, സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞാൽ ഒരു കടലാണ്. ആ കടൽ കടന്ന് കിട്ടിയാൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് എളുപ്പമായിരിക്കും അല്ലേ. ശരിക്കും ഏറ്റവും വലിയ സൂറത്താണല്ലോ ബഖറ. അപ്പൊ ഇത് പഠിച്ചുകൊണ്ട് ഇനി എന്താക്കാ,
ഇനി ഇൻഷാ അല്ലാ അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം പഠിക്കണം അല്ലേ? ബക്കറയും ആലിമ്രാനും നിസാവും. എന്നിട്ട് നമുക്ക് നിസ്കരിക്കുമ്പോ ഒരു ഓതണം അല്ലേ? ഒന്നാമത്തെ റക്അത്തിന് ബക്കറ ഓതി, ആലിമ്രാൻ ഓതി, നിസാ ഓതി എന്നല്ല ഇങ്ങനെ നമ്മൾ ഹദീസ് കേട്ടിട്ടില്ല. അതുപോലെ നമുക്ക് ഓതണം കേട്ടാ. ഇൻഷാ അല്ലാ അള്ളാഹ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതെ, ചെറിയ മക്കളെല്ലാം ഇപ്പൊ പഠിക്കുന്നുണ്ടല്ലോ. പഠിച്ച വേഗം ഓതാൻ കഴിയും. അതെ, അതന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് മുമ്പ് തബാറക്ക് ഓതുന്ന ഭയങ്കര വിഷമം. ഇപ്പൊ ബക്കറ പഠിച്ചിട്ട് തബാറക്കല്ല എന്ത് ല്ലേ? അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. അതെ, നമുക്ക് എല്ലാം എളുപ്പമാവും. അതുപോലെ തന്നെ സ്പീഡും കിട്ടുന്നുണ്ട് കേട്ടാ. നമ്മള് മുമ്പ് നിസ്കാരത്തില് എനിക്ക് ഒരു ജുസ് ഓതണമെങ്കിൽ 1 മണിക്കൂറിലധികം വേണം എനിക്ക്. പക്ഷെ ഇപ്പൊ അരമണിക്കൂർ കുറച്ച് മതി, ഓതാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാൻ തന്നെ ഓതിയ മിനിറ്റ് നോക്കുമ്പോ 30 ചില്ലറേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഇതെന്താ എനക്കല്ലെങ്കിൽ അര ജ്യൂസ് ഓതാൻ 45 മിനിറ്റ് എല്ലാം എടുത്ത് ഓതിയ ദിവസങ്ങളുണ്ട് അന്നേരം. ഇപ്പം നല്ല ഈസി ആയി അൽഹംദുലില്ലാഹ് അല്ലേ? അള്ളാഹു പഠിക്കുന്നവർക്ക് അള്ളാഹു എളുപ്പമാക്കി തരും പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് നിസ്കാരത്തിന്റെ സമയമായി. ദുആ ചെയ്ത് നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. എന്തായാലും അള്ളാഹ് നമ്മളെ ഈ സന്തോഷവും ഈ സ്നേഹവും അല്ലെ എല്ലാം അള്ളാഹു എപ്പോഴും നിലനിർത്തി തരട്ടെ. ആമീൻ. ഇതുപോലെ നല്ല ചിരിച്ച പ്രസന്നവദനായ മുഖങ്ങളായിക്കൊണ്ട് തന്നെ നാളെ റബ്ബിനെ കണ്ടുമുട്ടാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലെ? വുജൂഹു യൗമഇദിൻ നാഇമ അല്ലെ ലിസഈഹാ റാളിയ. ആ തിളക്കമുള്ള നല്ല മുഖങ്ങളായിക്കൊണ്ട് റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യനാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അതിനു വേണ്ടിയുള്ള എന്തെല്ലാം പരിശ്രമങ്ങൾ നമ്മളെ മുമ്പിലുണ്ടോ അതൊക്കെയും നമുക്ക് ചെയ്യാനുള്ള നല്ല ആഫിയത്ത്, നല്ല ഖുവ്വത്ത്, നല്ല നശാത്ത്, നല്ല സിഹത്ത് നാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്തെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ വീഴ്ചകളോ പാളിച്ചകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ നിന്റെ മഹത്തായ ഫضل കൊണ്ട് നാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അതിനെല്ലാം പകരമായി ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം നാഥ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് റഹ്മാനായ റബ്ബേ. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കുന്ന നല്ല അടിമകളായി നാഥ ഞങ്ങളെല്ലാവരും നീ ഒരുമിച്ച് ചേർക്കണേ റഹ്മാനെ. നിനക്ക് ശുക്ർ ചെയ്യുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന, നിന്നെ തൃപ്തിപ്പെടുന്ന നല്ല അടിമകൾ കൂട്ടത്തിൽ നാഥ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും എന്ത് തിരക്കുകൾ വന്നാലും റഹ്മാനായ റബ്ബേ നിന്നെ ഓർമ്മിക്കുന്ന ഒരു മനസ്സ് നാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ ദിക്റുകൾ എപ്പോഴും ചൊല്ലാനുള്ള ഒരു ഓർമ്മ നാഥ ഞങ്ങൾക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ ദിവസവും പരമാവധി അമൽ സാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് കഴിച്ചു കൂട്ടാനുള്ള സൗഭാഗ്യം നാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന അവസരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യനാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ക്ലാസ്സിൽ വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളായി വീടുകളിലും ഹോസ്പിറ്റലുകളും കിടക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനായ റബ്ബേ. എല്ലാവർക്കും നീ പരിപൂർണ്ണ ശിഫ നൽകി ആശ്വാസം നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള തൗഫീഖ് നാഥ നീ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. എല്ലാവരുടെ കുടുംബത്തിലും നീ സന്തോഷവും സമാധാനവും ഐക്യവും സൗഖ്യവും പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാവർക്കും നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിഞ്ഞുകൂടാനുള്ള സൗഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ മക്കളെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി തരണേ അല്ലാ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ ഒരുപാട് യുവാക്കളുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെയും നല്ല അനുയോജ്യരായ ഇണകൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്കായി നീ സ്വർഗീയ കവാടങ്ങൾ തുറന്നു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وصلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. എല്ലാവരും വേഗം നടന്നോ പള്ളിയിലേക്ക്.